നമസ്കാരം. നവാവിഷ്ണു ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കോട്ടക്കൽ നഗരസഭയിലെ മണ്ണിൽ നിന്നാണ് ഇന്ന് യാത്ര ആരംഭിക്കുന്നത്. ഒരുപാട് സമരങ്ങൾ കണ്ട മയിലാടി മാലിന്യ പ്ലാന്റിന് മുന്നിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടരുന്നത്. അതെ, നമുക്ക് ഇന്ന് യാത്ര 16-ാം വാർഡ് മരവട്ടത്തിൽ നിന്ന് തുടങ്ങാം. ഏതെല്ലാം വാർഡുകളാണ് നമ്മൾ പോകുന്നത്? തുടർന്ന് ഇന്ത്യന്നൂർ വാർഡിലേക്കും കൂരിയാട് വാർഡുകളിലും കൂരിയാട്, മുളിയങ്കോട്ട, അങ്ങനെ ഒരു പര്യടനം തുടങ്ങാം. കോട്ടക്കൽ നഗരസഭയിലെ പര്യടനം നമ്മൾ ആരംഭിക്കുന്നു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ 16-ാം ഡിവിഷൻ മരവട്ടം ആണ് വോട്ട് വണ്ടി എത്തി നിൽക്കുന്നത്. നമ്മുടെ കൂടെ മരവട്ടത്തെ UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയുമുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇത്തവണത്തെ ഈ വാർഡിലെ ഒരു വിജയസാധ്യതയെക്കുറിച്ചൊക്കെ. ആദ്യം നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. മൻസൂറ ഹബീബാണ് ഇത്തവണ UDF മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി. എന്താണ് പറയാനുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? ഇത് ആദ്യമായിട്ടാണോ? അതെ, ഫസ്റ്റ് ടൈമാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പോരാടും. എൻ്റെ കൂടെ ജനങ്ങളുണ്ട്, അതുതന്നെയാണ് എൻ്റെ സപ്പോർട്ട്. ഇതൊരു UDFൻ്റെ വാർഡാണ്, കാലാകാലങ്ങളായിട്ടുള്ളൊരു വാർഡാണ്. എങ്ങനെയുണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ? നല്ല പ്രതികരണമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ UDF തന്നെയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം ഇത്തവണ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ? കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതിന് ശാശ്വതമായൊരു ഇത് കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയുള്ള അങ്ങോട്ട് കുടിവെള്ളം കൂടാതെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ, സ്ട്രീറ്റ് ലൈറ്റുകൾ, റോഡുകൾ, പിന്നെ നമുക്കറിയാം ഇവിടെയാണ് ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ വാർഡ് അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരിക്കുമോ വിജയിച്ചു വരികയാണെങ്കിൽ? അത് മാലിന്യ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് ഇതുവരെയുള്ള പ്രതികരണം തന്നെയാണ് ഉള്ളത്. ഇനി അതിനെക്കുറിച്ചൊരു മാറ്റമൊന്നും ഞാൻ പറയണില്ല. ഇതുവരെ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഹോസ്പിറ്റലിന് സ്വന്തമായിട്ടൊരു കെട്ടിടം വേണമെന്ന് ഒരിതുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കണം. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ലൈറ്റിൻ്റെ കാര്യമൊക്കെ എല്ലായിടത്തും ഓക്കെയാണ്, അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്ന ആ സാഹചര്യം എന്ന് പറയാമോ? പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂളിലൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നോ? ചെറിയ രീതിയിലൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് കൂടുതലൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ വനിതാ ലീഗിലുണ്ട്. പിന്നെ ജനങ്ങളെല്ലാവരും കൂടെ തിരഞ്ഞെടുത്തതാണ്. അവരുടെ താല്പര്യപ്രകാരമാണ് ഞാൻ നിന്നിട്ടുള്ളത്, സ്വയം ഇഷ്ടത്തിനൊന്നുമല്ല. അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ ഉണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. വനിതകൾക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരെന്താണ് ആവശ്യപ്പെടുന്നത് അതിനുള്ള ഇതൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു കൊടുക്കും. എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുക, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അതൊക്കെ അവർക്ക് നേടിക്കൊടുക്കാൻ നോക്കും. എവിടെ, രാഷ്ട്രീയത്തിലാണോ അതോ റോട്ടിലാണോ? കാരണം വെച്ചാൽ കഴിഞ്ഞ 5 വർഷം സംഭവ ബഹുലമായിരുന്നു കോട്ടക്കൽ നഗരസഭ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള വൈസ് ചെയർമാനായിരുന്നു. ഒട്ടനവധി രാജി, മാറി വരുന്നത്, ഏറ്റവും കൂടുതൽ ട്രോളുകൾ തുടങ്ങിയ എല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്ന കഴിഞ്ഞ 5 വർഷം. എങ്ങനെ തോന്നുന്നു കഴിഞ്ഞ 5 വർഷത്തെ? അതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലാവുമ്പോൾ പല കുതന്ത്രങ്ങളും ഉണ്ടാവുമല്ലോ. അത് അപ്പോൾ തക്ക സമയത്ത് യുക്ത നടപടിയെടുത്തിട്ട് രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ ആദ്യത്തെ ഒരു 3 വർഷത്തെ സാഹചര്യം? കഴിഞ്ഞ 3 വർഷത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷവും അതല്ല അവസാനത്തെ 2 വർഷം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഭരണം ഏതായിരുന്നു? അതിപ്പോൾ എങ്ങനെയായാലും ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെയല്ലേ പറയുക. എന്നിരുന്നാലും ഈ 5 വർഷത്തെ ഭരണം വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് എല്ലാ വാർഡിലും
അത് 32 വാർഡിലും ഒരുപോലെ എല്ലാ വികസന കാര്യങ്ങളും ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്തു തീർത്തു. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ഭരണം കൊണ്ടെത്തിച്ചു കൊടുത്ത് പങ്കുവഹിച്ച വ്യക്തിയും കൂടിയാണ് താങ്കൾ. എങ്ങനെ കാണുന്നു? ഇല്ല, ഇടതുപക്ഷത്തിന് അവിടെ ഞങ്ങൾ ഈ മുസ്ലിം ലീഗിൻ്റെ 6 കൗൺസിലർമാരും ഇടതുപക്ഷത്തേക്ക് പോയിട്ടില്ലല്ലോ. ഇടതുപക്ഷ കൗൺസിലർമാർ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാർക്കാണ് വോട്ട് ചെയ്തേക്കണ്ടേ. അതിൻ്റെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അത് മുസ്ലിം ലീഗിൻ്റെ ആളുകളല്ലായിരുന്നില്ലേ? അതെന്തെങ്കിലും നോക്കാത്തത്? അത് അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണല്ലോ. മുസ്ലിം ലീഗ് കോണി ചിഹ്നത്തിൽ ജയിച്ചു വന്ന സ്ഥാനാർത്ഥിയായിരുന്നു ചെയർപേഴ്സൺ. ഈ 20-ാം വാർഡിൽ നിന്ന് കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു പോയ ആളാണ് പി ഉമ്മർ. ഞാനായിരുന്നല്ലോ വൈസ് ചെയർമാന്. പിന്നെ അവിടെ ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് പോയി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും പോയിട്ട് അവരെ പിന്തുണ ഉണ്ടായിരുന്നു. പിന്തുണ നമ്മളിപ്പോൾ ഈ വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ അടുത്തും പോകൂലേ? ആരൊക്കെ വോട്ട് ചെയ്തില്ല എന്ന് നമുക്ക് നോക്കാൻ പറ്റുമോ? കഴിഞ്ഞ ആ ഒരു കാലത്തിൽ ഒരുപാട് വിഷമം ഉള്ളിലുണ്ടായിരുന്നു. ഒരു വിഷമം ഉണ്ടായിട്ടില്ല. എന്ത് രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ടാവില്ലേ? പൊതുജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴാണുള്ള കുറേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ വരിക. അതൊക്കെ നേരിടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ പൊതുരംഗം വീട്ടിലിരിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ ബുഷ്ര ഷബീർ രാജിവെച്ച് പോയതിനെ കുറിച്ച് എന്നായിരുന്നു? അന്ന് ചെയർപേഴ്സൺ ആയിരുന്നു ബുഷ്ര ഷബീർ, താങ്കൾ വൈസ് ചെയർമാനും ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു രാജിവെച്ച് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ എന്ത് തോന്നി? അത് ശുദ്ധമാണെന്ന് പറയുന്ന അതിൻ്റെ കൈകൾ ശുദ്ധമായതുകൊണ്ട് അത് പറഞ്ഞു. ഞങ്ങളെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു. അത് ഇനി തുടരാൻ ആഗ്രഹമില്ല. അതൊക്കെ അതിൻ്റെതായ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ച് അത് രാജിവെച്ചു പോയിന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വാർഡുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭരണം വളരെ സുഖമായിട്ട് ഈ 5 വർഷം നിലനിന്നു പോകും. കഴിഞ്ഞ 5 വർഷം മരവട്ടം വാർഡിലേക്ക് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഒട്ടനവധി വികസനങ്ങളുണ്ട്. ഒട്ടനവധി റോഡുകളാവട്ടെ. കഴിഞ്ഞ ഈ 5 വർഷത്തിലല്ലേ ഞങ്ങൾക്ക് ഏറ്റവും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്ന ഒരു ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ഈ 5 വർഷത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ MLA ഫണ്ട് 30 ലക്ഷം കാഞ്ഞിരക്കുളം. അതുപോലെ ഞങ്ങൾ മൈനർ ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തോട്. അതൊക്കെ വലിയ വലിയ പദ്ധതികളാണ്. ഇനി ആ ഹോസ്പിറ്റലിനൊരു സ്വന്തം കെട്ടിടം ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളെ വരും തലമുറയിലുള്ള ഞങ്ങളെ ഇപ്പോഴത്തെ കൗൺസിലർ വിജയിച്ച് അതിനെക്കൊണ്ട് അത് നേടിയെടുക്കാനുള്ള എല്ലാ പരിശ്രമത്തിൻ്റെ പിന്നിലും പ്രവർത്തിച്ചു കൊടുക്കും. ആദ്യത്തെ 3 വർഷം ടൈമിലാണ് ഇത്തരമൊരു ആശുപത്രി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. തുടർന്നുള്ള 2 വർഷം ആ 2 വർഷത്തിന്റെ ടൈമിലാണ് ഞങ്ങൾ കാഞ്ഞിരക്കുളം അവിടെ നവീകരണം. അവസാനത്തെ 2 വർഷം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പുഴുക്കുത്തുകൾ, ഹോസ്പിറ്റലിലൊന്നും ഒരു പുഴുക്കുത്തുകളും ഉണ്ടായിട്ടില്ല. സർക്കാർ മരുന്ന് തരാഞ്ഞാൽ ജനങ്ങൾ വരുമ്പോൾ മരുന്ന് കൊടുക്കാനില്ല. ആകെ ഒരു പാരസെറ്റമോളാണ് അവിടെ കൊടുക്കാനുള്ളത്. അതിന് ഞങ്ങളെ ഭരണസമിതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേരള സർക്കാരാണ് മരുന്ന് തരേണ്ടത്. സർക്കാരിൽ നിന്നാണല്ലോ മരുന്ന് കിട്ടേണ്ടത്. അതല്ലാതെ മുനിസിപ്പാലിറ്റിയിൽ നിന്നല്ലല്ലോ മരുന്ന് വരേണ്ടത്. മരുന്ന് കിട്ടണില്ല, ഡോക്ടർ ചീട്ട് എഴുതി കൊടുക്കുമ്പോൾ പുറത്തേക്ക് എഴുതി കൊടുക്കും. അതിന് മുനിസിപ്പാലിറ്റിയാണോ ഉത്തരവാദി, അല്ലെങ്കിൽ ഭരണസമിതിയാണോ, അതല്ലെങ്കിൽ വാർഡ് കൗൺസിലറാണോ? വാർഡ് കൗൺസിലർക്ക് അവിടെ വേറെ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ഇപ്പോൾ അത് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലും അല്ല, NHMൻ്റെ കീഴിലാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ മൈലാടി പ്ലാന്റ് ആദ്യം മുളിയങ്കോട്ടായിരുന്നു. വാർഡ് വിഭജനം വന്നപ്പോൾ മരവട്ടത്തേക്ക് മാറിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തികൾ അല്ലെങ്കിൽ നവീകരണമാണ് മൈലാടി പ്ലാന്റിൽ നടക്കുന്നത്. മാലിന്യം മൈലാടിയിലെത്തുമോ? മൈലാടിയിൽ മാലിന്യം എത്തൂല. 2021 പറഞ്ഞ അതേ സ്റ്റാൻഡിലാണ് ഇന്നും ഞമ്മൾക്ക് പറയുന്നത്. മൈലാടിയിൽ പ്ലാന്റ് തുറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളത് ഞാൻ 2021 നിങ്ങളോടും ഇതേ ചാനലിൽ ഇതേ സ്ഥലത്ത് വെച്ച് പറഞ്ഞു. ആ സംഭവം തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. അവിടെ പാർക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പാർക്കല്ലാതെ ഒന്നും അവിടെ നടക്കണില്ല. പാർക്ക് സംബന്ധമായിട്ട് അവിടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അതല്ലാതെ മാലിന്യം കൊണ്ടുവരാൻ ഒരു വർക്കും വരുന്ന 5 വർഷവും ഒരു കാരണവശാലും മാലിന്യം മൈലാടിക്ക് കൊണ്ടുവരില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ പരിപൂർണമായിട്ട് ഞാൻ ഇപ്പോഴും ഉറപ്പ് തരുന്നു. മാലിന്യം മൈലാടിക്ക് കൊണ്ടുവരില്ല. സ്ഥാനാർത്ഥി നിർണയം ഇത് താങ്കളുടെ മുസ്ലിം ലീഗിൽ നിന്നുള്ള വിഘടിച്ച് പോക്ക് ഇതെല്ലാം ഈ വാർഡിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ വാർഡിൽ ലീഗിനിടയിൽ തന്നെ ഒരു അസംതൃപ്തി ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഞങ്ങൾ മരവട്ടത്ത് ലീഗിൽ ഈ നിമിഷം വരെ ഒരു അസംതൃപ്തി ഉണ്ടായിട്ടില്ല, ഒരു വിഘടിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്
മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, യൂത്ത് ലീഗ് പ്രസിഡൻറ്റ്, സെക്രട്ടറി എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഒരു ഒറ്റക്കെട്ട് ഞങ്ങൾ ഡിസംബർ 11 നിങ്ങൾക്ക് കാണാം. അതല്ലാതെ പാർട്ടിയിൽ ഒരു വിഭാഗീയതയില്ല. അതുങ്ങൾ ചാനലുകാർ അങ്ങനെ പറഞ്ഞുണ്ടാക്കും. മരവട്ടത്ത് വിഭാഗീയത, കോട്ടക്കൽ വിഭാഗീയത, എവിടെയും ഒരു വിഭാഗീയതയില്ല. വിഭാഗീയത ഉണ്ടെങ്കിൽ അത് ഞങ്ങളപ്പോൾ പറഞ്ഞ് ഒരു വട്ടമേശയ്ക്ക് ഇരുന്നാൽ ഞങ്ങൾ വിഭാഗീയത കഴിഞ്ഞു. എന്താണ് ഇനി ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാനുള്ളത്? നിർദ്ദേശിക്കാൻ ഞങ്ങളെ ഏറ്റവും ഒന്നാമത്തത് ഞങ്ങളെ ഹോസ്പിറ്റലിന് സ്വന്തം ഒരു കെട്ടിടമാണ്. അതിന് സ്ഥലം കണ്ടെത്തി അതിനുള്ള ഫണ്ട് ഞങ്ങൾ MLA എന്തായാലും ഒരു മുനിസിപ്പാലിറ്റിനെ കൊണ്ട് കഴിയുന്നതല്ല. MLA കൊണ്ടോ അല്ലെങ്കിൽ MP-മാരെ സമീപിച്ച് അത് സ്വന്തമാക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം, മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ ഇപ്പോൾ കുടിവെള്ളത്തിനാണ്. കുടിവെള്ളത്തിന് നല്ല ഒരു ജലസ്രോതസ് കണ്ടെത്തിയിട്ട് നല്ല കുടിവെള്ള പദ്ധതി ഇവിടെ ഒന്ന് നടപ്പിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ വരുന്ന കൗൺസിലർക്ക് ചെയ്തു. എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ? ഒരു പര്യടനം ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞോ? ഒരു ഘട്ടം എന്നല്ല, ഞങ്ങൾ ഏകദേശം 2 ഘട്ടം പൂർത്തീകരിച്ചില്ല. ഇനി പരിണാമങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പ്രവർത്തനം വളരെ ഉഷാറായിരുന്നു. എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? ഈ പറഞ്ഞ പോലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലേ, വൈസ് പ്രസിഡൻ്റായ സ്ഥാനത്ത് ഇരുന്നു ഞങ്ങളെ മെമ്പർ പിന്നെ രാജിവെച്ച്, അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ അതെന്താ അങ്ങനെയൊക്കെ അവർ ചോദിക്കാറില്ലേ? അവർ ചോദിച്ചോ അങ്ങനെയൊക്കെ? ഇല്ല, അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. പിന്നെ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളെ വൈസ് ചെയർമാൻ ഉമ്മർ വിശദീകരിച്ചല്ലോ. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊന്നും ആരും ചോദിച്ചില്ല. ചോദ്യങ്ങളൊന്നും ജനങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ സപ്പോർട്ടാണ്. UDF മൊത്തം പ്രവർത്തനത്തിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കും. എന്നാലും അവരെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞ എന്താണ്, ഇനി ഇതൊക്കെ വേണം നമ്മുടെ വാർഡിലേക്ക് എന്നൊക്കെ? പൊതുവായിട്ട് ഞങ്ങളെ ഈ വാർഡിലേക്ക് വേണ്ടപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളൊക്കെ തന്നെയാണല്ലോ. പിന്നെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഞങ്ങൾ പാർട്ടിയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയൊക്കെ കൂട്ടമായിട്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തും. എന്താണ് പറയാനുള്ളത് ഇത്തവണത്തെ ഒരു UDFൻ്റെ ഒരു വിജയസാധ്യതയെക്കുറിച്ചൊക്കെ? 100% UDFന് വിജയസാധ്യതയാണ്. മറ്റ് തെരഞ്ഞെടുപ്പുകൾ, മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് UDFനകത്ത് വർദ്ധിതമായ ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. UDFന് വളരെ സംഘടനാ സെറ്റപ്പോട് കൂടിയാണ് ഈ വാർഡിൽ നടത്തിയ വികസനം മുൻനിർത്തിയാണ് UDF ഇവിടെ വോട്ട് ചോദിക്കുന്നത്. അല്ലാതെ ഇവിടെ LDFൻ്റെ മാതിരി ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെ UDF നടത്തിയ കാര്യങ്ങളാണ് അവർ പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പോൾ വളരെ ഐക്യത്തോടെയാണ് UDF പ്രവർത്തിക്കുന്നത്. 2 റൗണ്ട് ഇവിടെ വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ കുടുംബ യോഗങ്ങളാണ്. 2 കുടുംബയോഗങ്ങൾ കഴിഞ്ഞു. വലിയ ജനക്കൂട്ടമാണ്, വലിയ ജനപങ്കാളിത്തമാണ് ഈ കുടുംബയോഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 4 മണിക്കൊരു കുടുംബയോഗം നടക്കുന്നുണ്ട്. അപ്പോൾ UDF വർദ്ധിത ഐക്യത്തോടു കൂടിയാണ് ഇക്കുറി വലിയ തോതിലുള്ള വിജയം ഉണ്ടാകും. എന്നാലും ഇത്തവണ ഒരുപാട് സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു അഴിമതി ആരോപണമൊക്കെ വന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹർക്ക് നൽകുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അപ്പോൾ നമ്മളെ വാർഡിൽ അങ്ങനെ അനർഹരായ ഒരാൾ പോലും പെൻഷൻ വാങ്ങുന്നില്ല എന്നുള്ളതാണ്. അത് മറ്റു വാർഡുകളിലാണ്, BJP അടക്കം ഇടതുപക്ഷം ഒക്കെ ഭരിക്കുന്ന വാർഡുകളിലാണ്. അത് ഈ വാർഡിൽ എന്നാലും അത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതില്ല, ഈ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തരത്തിലും ബാധിക്കില്ല. എങ്ങനെയുണ്ട്? ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ഉഷാറായിട്ട്, മുൻകാലങ്ങളിലേറെ ഉഷാറായിട്ടാണ് ഞങ്ങളെ പ്രവർത്തനം നടക്കുന്നത്. ജനങ്ങളെ പ്രതികരണം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾക്ക് എതിരിൽ നിൽക്കുന്ന കക്ഷികൾ തന്നെ അവരെ സ്ഥാനാർത്ഥി തന്നെ ഈ വാർഡിലുള്ളതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന. അതൊക്കെ ഞങ്ങളെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ്റെ ഒരിതുണ്ടായിരിക്കുമല്ലോ. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അവരെ ഒരു പ്രതിനിധിയോട് നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അവർക്ക്. വാർഡ് വിഭജനം ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇതൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം, ഞങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു ഭൂരിപക്ഷത്തിനെ പോലും ബാധിക്കില്ല എന്നാണോ പറയുന്നത്? ഞങ്ങൾക്ക് ബാധിക്കില്ല എന്നുള്ളത്. നല്ല ഭൂരിപക്ഷം വരും ഇപ്രാവശ്യം. പാർട്ടി അത്രമാത്രം സെറ്റപ്പാണ്. എന്താണ് ഈ മരവട്ടം വാർഡിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ ഒരു വികസനം ഇതൊരു മാതൃകയായി ഉണ്ടോ കഴിഞ്ഞ തവണത്തെ 5 വർഷത്തെ UDFൻ്റെ ഭരണം? തീർച്ചയായിട്ടും. കാരണം ഇവിടെ പറഞ്ഞതുപോലെ 5 വർഷം കൊണ്ട് 2 കോടിയിലധികം രൂപയുടെ വികസനമാണ് നടന്നത്. വലിയ മേജർ പ്രൊജക്റ്റുകളാണ്, സാധാരണക്കാർക്ക് വളരെ ഉപകാരം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഹെൽത്ത് സെൻ്റർ പോലുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പുതിയ കാലത്ത് കൃഷി, അതുപോലെ അനുബന്ധ കാര്യങ്ങൾ, അതിനൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തോട് നിർമ്മാണം പോലുള്ള പരിപാടികളൊക്കെ എന്ന് പറഞ്ഞത് നാട്ടിൽ
പിന്നെ വലിയ എമൗണ്ടിന് നടന്നിട്ടുള്ള വികസനങ്ങളാണ്. തീർച്ചയായിട്ടും സ്ക്വാഡ് വർക്ക് മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ഞങ്ങൾ വീടാന്തരം ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആളുകൾ വളരെ സംതൃപ്തരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളോ ഇല്ല. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ആളുകൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നില്ല. കാരണം ആളുകൾക്കറിയാം തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സംവിധാനമാണ് UDF മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഈ നാടിൻ്റെ പരിച്ഛേദമാണ്. എല്ലാ തരത്തിലുള്ള ആളുകളും ഈ കമ്മിറ്റിയിലും സിസ്റ്റത്തിലും ഉണ്ട്. അല്ലാതെ 2-3 ആളുകൾ നടത്തുന്ന പോലുള്ള പദ്ധതികളോ പാർട്ടി സംവിധാനങ്ങളോ അല്ല. അപ്പോൾ ആളുകൾക്ക് എന്ത് വേണമെന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ ഈ നാട്ടിലുള്ള വാർഡ് കൗൺസിലറും പാർട്ടി സംവിധാനവും ചെയ്യും. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹെൽത്ത് സെൻറ്റർ എന്നുള്ളത്. ഇവിടുന്ന് ആരെയും നാട്ടുകാർ ആവശ്യപ്പെട്ടതിൻ്റെ പുറത്ത് ചെയ്തതല്ല. ഒരു സാധ്യതയെ മനസ്സിലാക്കി ഈ നാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യം സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് ഇത് മനസ്സിലാക്കിയിട്ട് കണ്ടറിഞ്ഞ് പാർട്ടിയും അതുപോലെ തന്നെ വാർഡ് കൗൺസിലറും എടുത്തിട്ടുള്ള വലിയൊരു എഫേർട്ടാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യപ്പെടണമെന്നില്ല, കണ്ടറിഞ്ഞ് ചെയ്യും എന്നുള്ള ഒരു വലിയ സംതൃപ്തി അവരോടൊക്കെ പിന്നെ ഒരു ബോഡി ലാംഗ്വേജിലും പ്രതികരണത്തിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മുളയങ്കോട്ട UDF സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നത് കാണാനില്ല. എപ്പോഴാണ് എത്തുക എന്നുള്ള അറിഞ്ഞാൽ UDF മുളിയങ്കോട്ട സ്ഥാനാർത്ഥി അത് പര്യടനത്തിലാണ്. അപ്പോൾ 11:30 ഇവിടേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ 11 മണിക്ക് എനിക്ക് വിളിച്ചിട്ട് വിവരം തന്നിട്ടുണ്ട്. ഉഷാറായിട്ട് പോണില്ലേ? ഇവിടെ ഈ വാർഡ് വളരെ സജീവമായിട്ട് UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അസ്വാരസ്യ പ്രശ്നങ്ങളും ഈ പ്രദേശത്തില്ല. ഉള്ള പ്രചരണം മീഡിയകളും വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെയാണ് പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ യേശൂല. ഒറ്റക്കെട്ടായി UDF ഐക്യകണ്ഠേന ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ നമ്മുടെ സഹോദരൻ്റെ കൂടെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഐക്യജനാധിപത്യ മുന്നണി കോണിക്ക് വോട്ട് പിടിച്ച് ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു അസ്വാരസ്യ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉമ്മർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ഈ ബോർഡ് UDF ഐക്യജനാധിപത്യ മുന്നണി കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ഇതൊരു UDF മേഖലയാണ്, ഒരു UDF കോട്ടയാണ്. ഇതിനകത്ത് വിള്ളലുണ്ടാക്കാൻ ഒരു പാർട്ടിക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒറ്റക്കെട്ടായി ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനം സ്ഥാനാർത്ഥിക്ക് നൽകുന്നു. വിജയാശംസകൾ നേരുന്നു. എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ എത്തിയോ? സ്ഥാനാർത്ഥികളെ എത്തി. പിന്നെ ഒക്കെ പരിചയപ്പെട്ടു. പിന്നെ ഒക്കെ അല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്തവണ എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ? എന്താണ്, ആരായിരിക്കും വിജയിച്ച് വരിക? ഇവിടെ സാധാരണ UDF സ്ഥാനാർത്ഥിയാണ് വിജയിക്കാറുള്ളത്. ഇപ്രാവശ്യം 2 വനിതാ സ്ഥാനാർത്ഥികൾ ഒരേ തുല്യതയുള്ള 2 ചെറുപ്പക്കാരികളായ പിന്നെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ആരാണ് എന്നുള്ളത് നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്താണ് ഇവിടെ സ്ഥാനാർത്ഥി? ഇലക്ഷൻ ചൂടുണ്ട്, വെയിലുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ എത്തിയോ? സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ. വോട്ടൊക്കെ ചോദിച്ച് അടുത്തെത്തിയോ? വോട്ടൊക്കെ ചോദിച്ചു. എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയണ പരമാവധി ചെയ്തു കൊടുക്കാറുണ്ട്. അവരിങ്ങോട്ട് ചെയ്തു തന്നോ കഴിഞ്ഞ 5 വർഷത്തിൽ? കുറേയൊക്കെ ഉണ്ടാവും, കുറച്ച് കുറവുണ്ടാവും. അങ്ങനെയൊക്കെ. അതൊക്കെ ഇനി കൂടുതലായിട്ട് വേണ്ടത് എന്നൊക്കെ അവരോട് പറഞ്ഞു. നമ്മളെ റോഡുകൾ, പിന്നെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചോ? അതൊക്കെ എപ്പോഴും തീരുമാനം ഉറപ്പല്ലേ. അതിനൊന്നും ഒരു മാറ്റം ഇല്ല അല്ലേ? കാലാകാല അല്ലേ? പിന്നെ അവന് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ പഞ്ചായത്ത് മാറി, വാർഡ് മാറി, പിന്നെ നിവൃത്തിയില്ലല്ലോ. എന്താ പറയുന്നത്? ഇത്തവണ എങ്ങനെ ഉണ്ടാവും? ഉഷാറാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ ഒന്ന് നന്നാക്കാൻ ഈ കോട്ടക്കലല്ല മരക്കല് മൊത്തത്തിൽ പറയാം. മരവട്ടത്ത് റോഡൊക്കെ നന്നാക്കണം. റോഡുകൾ ഈ ഓട്ടോറിക്ഷയിൽ പോകാനുള്ള എല്ലാ കുണ്ടും കൊയ്യൊക്കെ ചാടി പോയാൽ 30 ഉറുപ്പ്യ കിട്ടും. അതിന് 60 ഉറുപ്പ്യൻ്റെ കേട് ഞങ്ങൾ എടുക്കും. അപ്പോൾ റോഡ് എങ്ങനെ ഈ മരവട്ടം ആര് ജയിച്ചാലും നന്നാക്കണം എന്നാണ്. അത് പറഞ്ഞോ? സ്ഥാനാർത്ഥികളോടൊക്കെ ആവശ്യപ്പെട്ടോ? അതുപോലെ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മരവട്ടത്താണ്, അത് നിർബന്ധമാണ്. ഒരു ഓട്ടോ സ്റ്റാൻഡ് വേണം, റോഡൊക്കെ നേരെയാക്കണം, അതൊക്കെയാണ് ആവശ്യങ്ങൾ അല്ലേ? അതൊന്നും ഈ 5 വർഷത്തിൽ ഒരു മാറ്റം ഉണ്ടായിണ്ടോ? മരവട്ടത്ത് ഇങ്ങനെ ഓടിച്ചു പോവുക ചെയ്യുമ്പോൾ
ഒരു 5 വർഷ ഭരണത്തിൽ ചെറിയ രീതിയിൽ റോഡൊക്കെ നന്നാക്കി മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഉള്ളു റോഡുകൾ ഒന്നും നേരാക്കണില്ല. വലിയ വലിയ റോഡുകളൊക്കെ നേരാക്കുന്നുണ്ട്. ഈ ഗല്ലികൾ ഒക്കെ ഒഴിവാക്കിയിട്ട് പേരും കൊണ്ടും അത് ഓട്ടോറിക്ഷ ചാടുക, അതിൻ്റെ ആക്സിൽ മുറിയുക, അങ്ങനെയൊക്കെ. അത് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ നോക്കണം. എന്തായാലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാവൂല്ലേ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ. തീരുമാനിച്ച് വെച്ചേക്കണം വോട്ടൊക്കെ. ഞങ്ങളൊക്കെ ചെയ്യൽ ഈ പാർട്ടിക്കാണ്. പക്ഷെ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഊവലും കൂടി റോഡും ഇതൊക്കെ ശരിയാക്കി ക്ലിയറാക്കി. 3 പഞ്ചായത്തും കൂടി കൂടിയ സ്ഥലമാണ് കോട്ടക്കലും അത് മാറാക്കര, ഇത് കോട്ടക്കൽ, പുറത്ത് വന്നാൽ പൊന്മുള പഞ്ചായത്ത്. 3 പഞ്ചായത്തും കൂടി ഒരു ജംഗ്ഷനാണിത്. അപ്പോൾ ശരിക്കും 3 പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ വരാൻ വേണമെങ്കിൽ ഇവിടെ നല്ല ഉഷാറാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലേ. 3 പഞ്ചായത്തിൻ്റെയും കൂടി ഈ ലാസ്റ്റ് ബോർഡർ ആയതുകൊണ്ട് ഇവിടേക്ക് വികസനങ്ങളൊന്നും എത്തുന്നില്ല. അപ്പോൾ 3 പഞ്ചായത്തൊന്നും വേണ്ട രീതിയിലൊന്നും കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ പിന്നെ ഒന്നും ശരിയാണില്ല. എൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിയുണ്ട്. ഇത് ഈ ബോർഡറായിട്ട് വരില്ലേ 3 കൂടി. അപ്പോൾ കാര്യപ്പെട്ടിട്ടുള്ള വികസനങ്ങൾ ഈ ഇവിടേക്കൊണ്ട് എത്തുമ്പോഴത്തേനും കഴിഞ്ഞു പോകണേ. അത് അവസാനമാകുമ്പോൾ അങ്ങനെ 5 വർഷത്തിൻ്റെ അവസാനം എത്തുന്നുണ്ടോ? ഇലക്ഷൻ അടുപ്പിച്ചെത്തുന്നുണ്ടോ? ഇലക്ഷൻ അടുപ്പിച്ച് പിന്നെ എല്ലാവരും നേതാക്കന്മാരെല്ലാവരും വരുമല്ലോ. ഇത് സാധാരണയല്ലേ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികൾ അല്ലേ. എങ്ങനെയുണ്ട് ഈ മരവട്ടത്ത് വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ 5 വർഷത്തിൻ്റെ UDFൻ്റെ ഭരണത്തിൽ? മരവട്ടത്ത് ഇപ്പോൾ തുടർച്ചയായിട്ട് UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റപ്രാവശ്യമാണെന്നുള്ള അഭിപ്രായമാണ് നമുക്കൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളാണ് കൂടുതലുമായിട്ട് നടന്നിട്ടുള്ളത്. വലിയ കാഞ്ഞിരക്കുളം നവീകരിക്കൽ, പിന്നെ ഹെൽത്ത് സെൻറ്റർ വരൽ, പിന്നെ പഞ്ചായത്തിൻ്റെ വികസനമായിട്ട് ഇവിടെ ഇവർ മുസ്ലിം ലീഗ് എന്നും ഉയർത്തിപ്പിടിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നും ഇവിടെ മരവട്ടത്തേക്ക് ഒരു കീറാമുട്ടിയായിട്ടാണ് തുടരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നല്ലൊരു മാറ്റം ഉണ്ടാവണം, എന്നാലേ ഇതിനൊക്കെ ഒരു മോചനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഇവിടെയുള്ള നിങ്ങളുടെ ജനങ്ങളെ പിന്തുണ എങ്ങടാന്നുള്ളത് അഭിപ്രായം പറയാനായിട്ടില്ല. കുറച്ചും കൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം LDF ഒരു സാധ്യത കാണുന്നുണ്ട്. നഗരസഭയിലെ 16-ാം വാർഡ് മരവട്ടത്തെ LDF സ്ഥാനാർത്ഥി ആസിയാമു P ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് പറയാനുള്ളത്? ഇത്തവണത്തെ ഒരു പ്രചരണത്തിനൊക്കെ ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ ഭാഗത്തൊക്കെ. ഞാനിവിടെ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ്, അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട്. നമുക്ക് പാലത്തറയിലാണല്ലോ വീട്. ഈ ഒരു മരവട്ടത്തേക്ക് സ്ഥാനാർത്ഥിയായി മാറാണ്ടായ സാഹചര്യം എന്താ? ജനങ്ങളുടെയും പാർട്ടിയുടെയും ആവശ്യപ്രകാരമാണ് ഞാനിവിടെ വന്നത്. വന്ന് കയറിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഞാൻ അറിയുന്ന ജനങ്ങൾ തന്നെയാണ്, നല്ല സപ്പോർട്ടാണ്. ഓരോ വീട്ടിലും എത്തിയോ വോട്ട് അഭ്യർത്ഥിച്ച്? എല്ലാ വീട്ടിലും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എന്നെ അറിയുന്നതുകൊണ്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഈ നാട്ടിൽ തന്നെയാണ്. ഇവിടെ മരവട്ട സ്കൂളിലാണ് ഞാൻ LP ക്ലാസ് പഠിച്ചിട്ടുള്ളത്. പിന്നെ സൗത്ത് സ്കൂളിലാണ്, UP മാറാക്കര ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? വിജയിച്ച് വരികയാണെങ്കിൽ ഇതൊക്കെ വേണം, അങ്ങനെ അവരെന്താ പറയുന്നത്? ഈ വാർഡിൽ കാര്യമായിട്ടുള്ളത് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കുടിവെള്ളം എല്ലാ ഭാഗത്തുനിന്നും പറയുന്നൊരു പ്രശ്നമാണ്. അതിനെന്തായാലും ഞങ്ങൾ നല്ലൊരു പരിഹാരം കണ്ടെത്തും. പിന്നെ നമുക്കറിയാം ഈ ഒരു മരവട്ടം വാർഡ് അത് കാലങ്ങളായിട്ട് UDFൻ്റെ കയ്യിലുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മെമ്പർ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തിരുന്നു, പിന്നെ രാജിവെച്ചു. അങ്ങനെ ഒരുപാട് കോട്ടക്കലിലെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് ഈ മരവട്ടം വാർഡും വേദിയായിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ഇലക്ഷനിലെ എങ്ങനെ ബാധിക്കുമോ? അത് LDFന് അനുകൂലമാവുമോ? അങ്ങനെയൊക്കെ തോന്നുന്നു. അനുകൂലമാവും തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു, അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ്. പിന്നെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ ഈ വാർഡിലേക്ക്? ഇവിടേക്ക് കാര്യമായിട്ടൊന്നും ഇവിടുന്ന് അങ്ങനെ വീട്ടിൽ നിന്നൊന്നും അങ്ങനത്തെ ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല. വിജയിച്ച് വരികയാണെങ്കിൽ ഈ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരിക്കും ആദ്യം പരിഹരിക്കാൻ പോകുന്നത് അല്ലേ? എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. കുടിവെള്ളമാണ് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ പരിഗണിക്കുക. വിജയാശംസകൾ നേരുന്നു.
ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ചിഹ്നം പടയൊരുക്കം എത്തി നിൽക്കുന്നത് ഇന്ത്യന്നൂരിലാണ്. നമ്മുടെ കൂടെ ഇന്ത്യന്നൂരിലെയും മുളിയങ്കോട്ടയിലെയും LDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമ്മുടെ മുളിയങ്കോട്ടയിലെ LDF സ്ഥാനാർത്ഥി M. സുബൈറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് LDFൻ്റെ ഒരു വാർഡാണ് മുളിയങ്കോട്ട. ഇത്തവണ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? ഇത്തവണ അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്നുള്ള കാര്യം ഷുവറാണ്. അത് അവിടുത്തെ ജനങ്ങൾ എന്നും എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനങ്ങളാണ്. ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കിടയിൽ ഒരാളായിട്ട് ഞാനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്നേഹം എന്തായാലും അവർ എന്നോട് തിരിച്ചു കാണിക്കും. ഇടതുപക്ഷത്തിൻ്റെ കൂടെ എന്നും ഉറച്ചു നിൽക്കുന്ന ഒരു വാർഡാണ്. അത് ഇത്തവണ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്ന കാര്യം സുനിശ്ചിതമാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളി നീക്കുക എന്ന് പറഞ്ഞ പോലെ മയിലാടി പ്ലാന്റ് അതുതന്നെയാണ് മുളയങ്കോട്ടയുടെ ഒരു ഐക്കൺ എന്ന് പറയാവുന്നത്. അത് തൊട്ടടുത്ത മരവട്ടം വാർഡിലേക്ക് തള്ളി നീക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ഒരു ഏരിയ കൂടിയാണ് മുളയങ്കോട്ട. അതെ. എന്താണ് ഇനി അവിടെ മാലിന്യം തൊട്ടടുത്ത മരവട്ടത്തിലേക്ക് മാറിയെങ്കിലും അവിടെ മാലിന്യം സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അവിടെ പ്ലാന്റ് മരവട്ടം വാർഡിലാണെങ്കിലും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ മുളിയാങ്കോട്ട വാർഡിലെ പ്രദേശത്തെ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഡിനെതിരെ ഈ പ്ലാന്റ് ഇവിടെ അതിലേക്ക് മാലിന്യം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് ആ പ്രദേശത്തുകാരുടെ ഒരു വികാരമാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളും ഒരുപാട് മറ്റു പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നഗരസഭ ഈ കാലം വരെ പരിഹരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഇതൊന്നും പരിഹരിക്കാതെ വെറും മാലിന്യം കൊണ്ട് തള്ളാനുള്ള ഒരു ഡബ്ബിംഗ് ആയിട്ട് മാത്രം ഈ മുളിയാങ്കോട്ടയിലെയും മയിലാടിയിലെയും ജനങ്ങളെ നഗരസഭ കാലാകാലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കൂടിയുള്ള ഒരു വലിയ ജനവിധി ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഈ നഗരസഭ ഈ കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയ സമരങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ പ്ലാന്റ് അടച്ചുപൂട്ടിയത്. അന്നൊക്കെ ഈ ലീഗിൻ്റെ ഗുണ്ടകളൊക്കെ വന്നിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട്. അതിനെതിരെയൊക്കെയുള്ള ഒരു വലിയ ജനവിധി, അതിനെതിരെ കൂടെയുള്ള ഒരു വലിയ ജനവികാരമായിരിക്കും അവിടെ നടക്കുന്ന ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. LDF ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് ഈ മുളിയങ്കോട്ട വാർഡിലെ? മുളിയാങ്കോട്ട വാർഡിൽ നഗരസഭയിൽ നിന്നും ഒരുപാട് ഫണ്ടുകൾ പ്രതിപക്ഷ വാർഡായതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ടുകൾ കിട്ടുന്നതിലൊക്കെ ഒരുപാട് ഞങ്ങൾ അവഗണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരുദ്ധാരണ പദ്ധതി തുടങ്ങിയ പദ്ധതികളുടെ വലിയ ഫണ്ടുകൾ നമ്മുടെ വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഇനിയിപ്പോൾ യുവാക്കൾക്കൊക്കെ വേണ്ടി യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്തായിരിക്കും ഈ മുളിയങ്കോട്ട വാർഡിലേക്ക് ചെയ്യാൻ പോകുന്നത്? യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് യുവാക്കളെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ അവിടെ ഒരു ഗ്രൗണ്ടില്ല കളിക്കാൻ. അവിടെ ഒരുപാട് പ്ലേയേഴ്സുള്ളൊരു പ്രദേശമാണ്, ഒരുപാട് കായിക താരങ്ങൾ വളർന്നിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ അവർക്ക് കളിക്കാനൊരു ഗ്രൗണ്ടില്ല. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലാന്റ് നിൽക്കുന്ന പ്രദേശം അവിടെ അത് പ്ലാന്റ് മാറ്റിക്കൊണ്ട് അവിടെ ഒരു കളിക്കളം, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിക്കളം തുടങ്ങണമെന്ന് ഞങ്ങൾ ഒരുപാട് കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളിനി ഒന്നും കൂടെ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടെ ശക്തമായിട്ട് അതിന് വേണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് നടന്നില്ല എങ്കിലും കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കളിസ്ഥലമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പ്രാഥമികമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ, റോഡ്, തെരുവ് നായ ശല്യം, ഇതൊക്കെ എല്ലാ വാർഡിലുള്ളതാണ്. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ വിജയിച്ചു വരികയാണ്? ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തെരുവ് നായ, അതുപോലെ തന്നെ പന്നി ശല്യമാണ്. ഒരുപാട് കൃഷിക്കാരും സാധാരണക്കാരും ഉള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഈ കൃഷിക്കാർ ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ പന്നി ശല്യമാണ്. കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്
എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ പന്നികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോട്ടക്കൽ നഗരസഭ ഇതുവരെ അതിനെതിരെയായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ പല പഞ്ചായത്തുകളും ഇതിനെതിരെയായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കോട്ടക്കൽ നഗരസഭയിൽ ഇതുവരെയായിട്ട് ഇതിനെതിരെയുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അവർ ഇതിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന് എതിരായിട്ട് നമുക്ക് ഇത് പന്നികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ വലിയ പ്രശ്നമാണല്ലോ വാർത്തകളിലൊക്കെ കാണാം ഈ ആക്രമിക്കലും അങ്ങനെയുള്ള. അതെ, ഇതിനെതിരായിട്ട് നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഈ പന്നി ശല്യം പരിഹരിക്കാൻ വേണ്ട നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഇത്തവണ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ഈ കോട്ടക്കൽ നഗരസഭയിലെ LDFൻ്റെ ഒരു നേട്ടം ഉണ്ടായിരിക്കുമോ, ഭരണ നേട്ടം ഉണ്ടായിരിക്കുമോ? എന്താ തോന്നുന്നത്? സീറ്റുകളൊക്കെ കൂടുതലായി ലഭിക്കുമോ? തീർച്ചയായിട്ടും ഇത്തവണ കോട്ടക്കലിൽ ഒരു വലിയ 50 വർഷത്തെ കോട്ടക്കലിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണിത്. ഈ പ്രാവശ്യം ഒരു വലിയ അട്ടിമറി കോട്ടക്കൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല വാർഡുകളിലും ലീഗിൻ്റെ മെജോറിറ്റിയുള്ള പല വാർഡുകളിലും ഇന്ന് ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കോട്ടക്കലിൽ ഒരു വലിയ അട്ടിമറി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം പാർട്ടി തലത്തിൽ വലിയൊരു സമര പോരാട്ടങ്ങളൊന്നും കാണാതെ പോയതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ എല്ലാവരും ഒരേ മാതിരി ആയിക്കോണമെന്നില്ലല്ലോ. പല ആളുകളും പല സ്വഭാവങ്ങളുണ്ടാവും. മാറി മാറി വരുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ചില ആളുകൾക്ക് കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആളുകൾക്ക് എന്താവും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. ആ പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ള തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അതാണ്. എന്താണ് ഉഷാറായിട്ട് പോണില്ലേ? നല്ല പ്രചരണത്തിൻ്റെ ഇതിൽ ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. ഇപ്പം പകലില്ലാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ടോ? ഈ 3 വാർഡും ഒരു പേടിക്കണ്ട, 100% വിജയം ഉറപ്പാണ്. അതിലൊരു സംശയമില്ല. എന്താ വെച്ചാൽ കോട്ടക്കൽ നഗരസഭയിൽ തന്നെ നല്ലൊരു മത്സരം നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. എല്ലാ വാർഡുകളും ഇഞ്ചോട് പോരാട്ടം നടന്ന മാതിരി ഇപ്പോൾ 3-ാം വാർഡിൽ മത്സരിക്കുന്ന ചെയർമാൻ വരെ ആ വാർഡിൽ നിന്ന് പോകാൻ വയ്യാന്ന് ഞാൻ കേട്ടിടത്തോളം ഉള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല മത്സരങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ചെയർമാനായി മത്സരിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, അയാൾ ആ വാർഡിൽ നിന്ന് മാറുന്ന ഒരു രൂപത്തിലല്ല. UDF പറഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. UDF അങ്ങനെ ഒരാളെ തീരുമാനിച്ചിട്ടില്ല. അത് എല്ലാവർക്കും അറിയാം. UDF തീരുമാനിക്കേണ്ടല്ലോ, കോട്ടക്കൽ തീരുമാനം അയാൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോൾ UDF തീരുമാനിക്കണമെന്നൊന്നുമില്ല. പുതിയ ചെയർമാൻ വരുന്നുണ്ടോ? LDF വിജയിക്കില്ല എന്നത് പറയാതെ പറഞ്ഞോ? LDF വിജയിക്കില്ല എന്നല്ല അർത്ഥം. UDF ചെയർമാനാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾ ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നല്ല. LDF ഈ പ്രാവശ്യം മുനിസിപ്പാലിറ്റി പിടിക്കും, അതിൽ സംശയമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല പോരാട്ടങ്ങൾ, നല്ല ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നുക്കൊന്ന് മെച്ചാണ്. എല്ലാവിധ എല്ലായിടത്തും ജയിക്കാനുള്ള സാധ്യതകൾ നല്ലോണ്ട്. എന്തായാലും മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം 50 വർഷത്തെ മുനിസിപ്പാലിറ്റിൻ്റെ ഈ ഭരണം, ലീഗിൻ്റെ കുത്തക ഭരണം എന്തായാലും പ്രാവശ്യം മാറ്റം. കഴിഞ്ഞ 2 കൗൺസിലർമാർ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയും കൊണ്ട് അവർ പോയിട്ടുണ്ടാവും. അല്ലാതെ ഇവിടെ അതുകൊണ്ട് പാർട്ടിക്ക് ശീലങ്ങളും വന്നിട്ടില്ല. LDF അല്ലെങ്കിൽ LDFിലെ അണികൾ കഷ്ടപ്പെട്ട് വിജയിപ്പിച്ചെടുത്ത 2 കൗൺസിലർമാരാണ് നഷ്ടമായിട്ടുള്ളത്. LDFിൽ ഒരാൾ അതിൽ നിന്ന് വന്ന ആളാണ്, മുന്നേ വന്നിട്ടുള്ള ഒരാളാണ് ഫഹദ് എന്ന് പറഞ്ഞ ആൾ. അയാൾ ലീഗിൻ്റെ ഇപ്പോഴും ആ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ അവരെ സ്ഥാനാർത്ഥിത്വത്തെ പ്രശ്നം തന്നെ അവിടെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ കുറേ 45ഓളം ആളുകൾ ഇറങ്ങിപ്പോയ കഥകളൊക്കെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുമായുള്ള ഒരു സ്ഥാനാർത്ഥി വന്നു, അയാൾ പോയി. പിന്നെ മറ്റേ ആൾക്ക് ഇവിടെ പ്രവർത്തിച്ച് ക്ഷീണിച്ചിട്ട് കോൺഗ്രസ് പോയതാവാനാ സാധ്യത. അല്ലാതെ ഞാനൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനില്ല. വ്യക്തിപരമായ വിഷയങ്ങളാണ് അതിലൊക്കെ, അല്ലാതെ അതൊന്നും പാർട്ടിയെ അല്ലെങ്കിൽ LDFനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. കോട്ടക്കൽ നഗരസഭയിൽ കൃത്യമായിട്ട് കഴിഞ്ഞ 50 വർഷക്കാലം ഇവർ ഭരണത്തിലിരുന്നിട്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ്? ഇപ്പോൾ കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് LDF സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ ലൈഫ് പദ്ധതി, അത് 9.5 വർഷം കൊണ്ട് 4,71,000 വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തത്. എന്നാൽ കോട്ടക്കലിൽ ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് പോലും മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതി ഭരിക്കുന്ന ഈ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു വസ്തുതയാണിത്. മാത്രമല്ല, ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ള പല മേഖലയിലും, അത് യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നത്തിലായാലും, അതുപോലെ തെരുവുനായയുടെ ശല്യത്തിലായാലും, അതുപോലെ മറ്റു അനവധി ആരോഗ്യ മേഖലയിലായാലും, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന വിഷയത്തിലായാലും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ
ഒരു കാരണവശാലും മുളിയാങ്കോട്ടയിൽ പിന്നെ അത് മയിലാടിയിലാണെങ്കിൽ പോലും ആ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. മാത്രമല്ല അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ പ്രദേശത്തുകാരാണ്. അങ്ങനെയുള്ള മാലിന്യങ്ങൾ മാത്രം നിക്ഷേപിക്കാൻ വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും മറ്റ് ശാസ്ത്രീയമായ രീതികളുണ്ടായിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അശാസ്ത്രീയമായ രീതിയിൽ വികസന കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതൃത്വമാണ് കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ജനവികാരം ഇവിടെ ആളിക്കത്താൻ പോകണം. LDF പറയുന്നത് ഇവിടെ അട്ടിമറി ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈഫ് പദ്ധതിയിൽ ഒരൊറ്റ വീട്, ഇപ്പോൾ ഇതിലും തനത് ഫണ്ടില്ലാത്ത പിന്നെ അതുപോലെ ഫണ്ടുകൾ കുറവുള്ള പഞ്ചായത്തുകൾ പോലും 1000 വീടുകൾ ഈ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ചു കൊടുത്തപ്പോൾ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഒരു വീട് പോലും വെച്ചുകൂടാ. അപ്പോൾ സാധാരണക്കാരെയും പാവപ്പെട്ട ആളുകളെയും അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് എല്ലാ കാലത്തും അധികാരം നിലനിർത്താൻ ചില ഒടിക്കൈകൾ മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള നേതൃത്വമാണ് UDFൻ്റെ നേതൃത്വം. അതിനെതിരെ ഈ ശക്തമായ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കാണും. ആ അട്ടിമറി വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഈ 3 വാർഡിലും LDF 15, 17, 18 വാർഡുകളിൽ കൃത്യമായി വിജയം നേടുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുളിയാങ്കോട്ട നമ്മൾ ശക്തമായ ഭൂരിപക്ഷത്തിൽ അവൻ നിലനിർത്തുകയും ഇന്ത്യനൂർ ടൗൺ വാർഡ് നമ്മൾ UDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും അതുപോലെ അതിന് ഉതകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF ഈ 3 വാർഡുകളിലും നിർത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റി മാറുന്നതോടുകൂടി ഈ 3 പ്രദേശങ്ങളിലും LDFൻ്റെ സാരഥികൾ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്കുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യന്നൂർ ടൗണിലെ LDF സ്ഥാനാർത്ഥിയാണ് ഫൈസൽ ഇന്ത്യന്നൂർ. എങ്ങനെ പോകുന്നു പ്രവർത്തനമൊക്കെ? ഉഷാറായിട്ട് പോകുന്നു. പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ എന്താണ് ഈ വാർഡിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? നിലവിൽ ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്, എനിക്കൊരു വീട്ടിൽ പോകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥയാണ്. എല്ലാവർക്കും സുപരിചിതനാണ്. എല്ലാവരേറ്റും അത്രത്തോളം ഓരോ വീട്ടിലും ഓരോ കുട്ടിയായിട്ടും ബന്ധമുള്ള ആളാണ്. എല്ലാവരും ഉപ്പമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും അവിടുത്തെ സഹോദരങ്ങളാണെങ്കിലും അവരിൽ ഒരാളായി കണ്ടിട്ട് കൂടെ നിർത്തി എല്ലാ വിധത്തിലും, അത് കക്ഷി ജാതി ഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു വിവേചനമില്ലാതെ സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരണം ഒരു വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വരികയാണെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വാർഡിൻ്റെ അവസ്ഥ എന്താ പറഞ്ഞാൽ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ കോട്ടക്കൽ ടൗൺ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ടൗണാണ് ഇന്ത്യന്നൂർ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു വികസനം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഡിസ്പെൻസറിയോ അതല്ലെങ്കിൽ മറ്റ് ഏത് നിലയ്ക്കാണെങ്കിലും ഒരു KCB അനുവദിച്ചിട്ട് ഏകദേശം സംസ്ഥാന സർക്കാർ അനുവദിച്ച് ഏകദേശം 10 വർഷത്തോളം അടുത്തായി. എന്നാൽ ആ KCB ഇവിടെ ഓഫീസ് ഇവിടെ കൊണ്ടുവരാൻ ഇതുവരെ ഈ നഗരസഭ ശ്രമിക്കാതിരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇവിടേക്ക് വന്ന ആ ഓഫീസ് തൊട്ടടുത്ത വാർഡായ ഈസ്റ്റ് വില്ലൂരിലേക്ക്, അന്നത്തെ ചെയർപേഴ്സൻ്റെ വാർഡായ ഈസ്റ്റ് വില്ലൂരിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അവിടെ സ്ഥാപിക്കാൻ അത് സാധിക്കാതിരിക്കുകയും ഇപ്പോൾ വെറും കടലാസിൽ മാത്രം ഒതുങ്ങിയ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതിനൊക്കെയും അറുതി വരുത്തുന്ന രീതിയിൽ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ വികസനങ്ങളും ഈ പ്രദേശത്ത് ഒരുപാട് യുവാക്കൾ നേരം വെളുത്ത ഒരു കളിക്കളത്തിനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കെല്ലാം പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. നേരത്തെ സുബൈർ സൂചിപ്പിച്ച പോലെ അതിനെല്ലാം അറുതി വരുത്തുന്ന ഒരു രീതിയിലുള്ള വികസനം ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? ജനങ്ങൾ എന്താ പറയുന്നത്? നിലവിലിപ്പോൾ മുളിയാങ്കോട്ട വാർഡിലേക്ക് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് നല്ല വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 റോഡുകൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വാർഡിൽ 5 കോടിയിലധികം ഉള്ള ഒരു ഫണ്ട് നിലവിൽ സുധാകരൻ മിനിസ്റ്റർ PWD മിനിസ്റ്റർ ആകുമ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ വാർഡിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു ഫണ്ടുകളെല്ലാം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. താങ്കളുടെ ഇന്ത്യന്നൂർ വാർഡിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അവിടേക്കല്ല, ഇന്ത്യന്നൂർ വാർഡിൻ്റെ ഭാഗത്തേനാണ് ഈ 5 കോടി രൂപയുടെ ഫണ്ട് വന്നിട്ടുള്ളത്. ഇന്ത്യന്നൂർ കോട്ടൂർ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്? ഇല്ല, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാ നിലക്കും ഇവിടെ അനുകൂലമായ ഒരു അവസ്ഥയാണല്ലോ. എങ്ങനെ പോകണു? എല്ലാ വീടുകളിലും പോയോ? എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. നല്ല രീതിക്കുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ 3 വാർഡും എന്തായാലും ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾ ജയിച്ചു കയറും, യാതൊരു സംശയമില്ല. അതിൻ്റെ ഫലമായിട്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭരണമാറ്റം തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ അഭിപ്രായം. അത് നടക്കും. ഇത്തവണ എങ്ങനെയുണ്ട് വാർഡിലെ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി, കോട്ടക്കൽ നഗരസഭ മുമ്പ് നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ ഇവിടെ 2 കൗൺസിലർമാരെ കാര്യം പറഞ്ഞു. കോട്ടക്കൽ നഗരസഭയിലെ UDFൻ്റെ ഉള്ളിലെ അന്തഃഛിദ്രം വളരെയധികം വലുതാണിപ്പോൾ. ഇപ്പോഴല്ല, നമുക്കറിയാം ഈ കഴിഞ്ഞ നഗരസഭ കയറുമ്പോൾ ചെയർപേഴ്സണായിരുന്ന അവർ രാജിവെക്കാനിടയായ സംഭവങ്ങളും അതെല്ലാം ഇപ്പോഴും പോഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതൊന്നും തീർന്നിട്ടില്ല. അതുപോലെ തന്നെ അവർ തമ്മിലടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ലീഗിൽ നിന്ന് മാറിയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരവസ്ഥ. ലീഗിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ്, ലീഗിൻ്റെ മുഖമായിരുന്നു കോട്ടക്കൽ. അപ്പോൾ അവരുടെ ഇടയിൽ ഈ വക അന്തഃഛിദ്രങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ നൽകിയ ഫണ്ട് മുഴുവൻ ലാപ്സാക്കിക്കൊണ്ട് തിരിച്ച് സർക്കാരിലേക്ക് പോയി. അതിൻ്റെ 10% പോലും സർക്കാർ നൽകിയ ഫണ്ട് ഇവിടെ ആ കാലാവധിക്കുള്ളിൽ ചെലവാക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലൈഫ് പദ്ധതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതുപോലെ അവിടെ ഈ പാലത്തറ ഭാഗത്തൊക്കെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി, മുനിസിപ്പാലിറ്റിയുടെ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ, ഇതൊക്കെ നവാവിഷനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വിഷയമാണ്. ആ സ്ഥലത്തൊക്കെ നമുക്ക് ഈ ലൈഫ് പദ്ധതിക്ക് വീട് വെച്ചുകൊണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലൊക്കെ 100 കണക്കിന് വീടുകൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാത്തറയിലുള്ള അതുപോലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലൈഫ് പദ്ധതിക്ക് ഇതുപോലെ വീട് വെക്കാൻ പെരിന്തൽമണ്ണ പോലുള്ള പ്രദേശത്ത് വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് വലിയ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 2 ഗവൺമെൻറ്റിന് മുമ്പേ നമുക്കിവിടെ ഒരു മാവേലി സ്റ്റോർ അനുവദിച്ചിരുന്നു. അത് അനുവദിച്ചതിന് വേണ്ടി ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തു. മുനിസിപ്പാലിറ്റിക്കും പിന്നെ തഹസിൽദാരെ അതേമാതിരി എൻജിനീയറെ പിന്നെ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മുനിസിപ്പാലിറ്റി ഒരു കൂട്ടം ആളുകളുടെ സങ്കുചിത താല്പര്യത്തിനനുസരിച്ച് ഇതുവരെ ആ മാവേലി സ്റ്റോർ, ഇന്ത്യന്നൂരിന് അനുവദിച്ച മാവേലി സ്റ്റോർ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇപ്പോൾ UDF ആണ്, 28 വോട്ടുകൾക്കാണെങ്കിൽ UDFൻ്റെ കൗൺസിലർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചില കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മാലിന്യ പ്ലാന്റിൻ്റെ കാര്യത്തിൽ തുടക്കം മുതൽ നവാവിഷൻ അടക്കം ഞങ്ങളുടെ കൂടെ അന്നുണ്ടായിരുന്നു. നവാവിഷൻ്റെ ഞങ്ങളെയൊക്കെ തല്ലാൻ വരെ വന്ന ഒരു കേസാണത്. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു പദ്ധതിയായിട്ടാണ് പല മേഖലകളിൽ നിന്നും നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുഴിച്ചു മൂടിയത് തിരിച്ചെടുക്കാൻ ഞങ്ങൾ കേസിന് പോയിട്ട് അവസാനം പറഞ്ഞ് കുഴിച്ചു മൂടിയ മാലിന്യം തിരിച്ചെടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അവിടെ വീണ്ടും ഇത്തരത്തിലുള്ള പദ്ധതിക്ക് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായും ഇവിടെ കോട്ടക്കൽ നഗരസഭയിൽ വലിയൊരു മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി പുറത്തു നിന്നൊരാളാവാൻ ഞങ്ങളൊരു കാരണവശാലും അനുവദിക്കില്ല. അപ്പോൾ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് അവിടെ ഉള്ളത്. വേറെ വന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കായിരുന്നാലും അത് അവിടുത്തെ ബുദ്ധിമുട്ടറിയാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബുദ്ധിമുട്ടറിയുന്ന, ആ നാടിനെ അറിയുന്ന, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ എന്നുള്ളവർക്ക് സുബൈറിന് അവിടെ 100% വിജയം സുരക്ഷിതമാണ്. മറ്റ് 2 വാർഡുകളിലും നിഷ്പ്രയാസം ജയിക്കാൻ പറ്റിയൊരു സമയമാണ്. എന്തൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ? ശ്വാസം മുട്ടി അവശ നിലയിലായ സ്ത്രീകളെയും കുടുംബത്തിനെയൊക്കെ അന്ന് ഷൂട്ട് ചെയ്തതാണല്ലോ വേസ്റ്റിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ എപ്പോഴും നിലയ്ക്ക് തന്നെയല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തടുക്കേണ്ട രീതിക്കാവണമെങ്കിൽ അവിടെയുള്ള ആൾ തന്നെ സ്ഥാനാർത്ഥി ആവണം. പിന്നെ പന്നികളുടെ ഗോഡൗണായി മാറിയിരിക്കുകയാണ് അവിടെ. പന്നികളുടെ ഒരു ഗോഡൗൺ തന്നെ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും പുറത്തുള്ള ഒരാൾ ഒരു കാരണവശാലും അവിടെ ജയിക്കാനോ വോട്ട് വാങ്ങാൻ പോലും അതിൻ്റെ ആ പാർട്ടിയുടെ അനുഭാവികൾ പോലും അയാൾക്ക് വോട്ട് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാളാവുമ്പോൾ ഇങ്ങനെ നിവൃത്തി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. 100% വിജയം. മുനിസിപ്പാലിറ്റി എങ്ങനെയാകാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയെല്ലാം മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? കോട്ടക്കൽ മുനിസിപ്പാലിറ്റി നല്ല സാമ്പത്തികമായി നല്ല ഉള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. ഈ മുനിസിപ്പാലിറ്റിക്ക് അനുസരിച്ച് ഒരു വികസനവും ഇന്ന് ഇതുവരെ ഈ ലീഗ് ഭരിച്ചിട്ടൊരു വികസനവും ഉണ്ടായിട്ടില്ല. കുറേ അഴിമതിയുള്ള കുറേ വർക്കുകൾ എടുക്കുന്നല്ലാതെ വേറൊരു പണിയും അവിടെ നടന്നിട്ടില്ല. സാമ്പത്തികമായി നല്ല മുന്നേറ്റമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി. അതുകൊണ്ട് തന്നെ എല്ലാ വർക്കുകളാണെങ്കിലും അതിമേ എന്തെങ്കിലും കിട്ടും എന്നുള്ള പണിക്ക് മാത്രമേ ഇവിടെ അങ്ങനത്തെ വർക്കുകൾ ഇവിടെ നടന്നിട്ടുള്ളൂ. വേറെ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. കാര്യമായിട്ടൊരു വികസനം എത്തിയിട്ടില്ല. ഒരു വികസനം നടത്തിയില്ല. എന്ത് വികസനം നടത്തില്ല? ബസ് സ്റ്റാൻഡ് അതപ്പോൾ പിന്നെ പണി നടക്കുന്നു പറഞ്ഞു, അല്ല തുറന്നു എന്ന് പറഞ്ഞു. മുഴുവൻ റൂമുകൾ ഇതുവരെ തുറന്നിട്ടില്ല. എവിടെയും തുറന്നിട്ടുണ്ടോ? ഇപ്പോൾ പിന്നെ എന്താണ് വലിയറമ്പിലതാ പിന്നെ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. എന്താണ് ഉപകാരമുള്ളത്? അവിടെ ആളുകൾക്ക് പന്ത് കളിക്കാനുള്ള, കുട്ടികൾക്ക് പന്ത് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണെങ്കിൽ അത്രയും ഗുണം കിട്ടിയിരുന്നു.
ഇതിപ്പോൾ എന്താ നാലാൾക്ക് ഷട്ടളിക്കാന്നല്ല ഇത്ര കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇതൊക്കെ ആളുകളുടെ ഇതിൽ കണ്ണുപൊടിയിട്ട് കൊണ്ട് കുറേ വികസനങ്ങളെന്നല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനവും ഇതുവരെ നടന്നിട്ടില്ല. കുടിവെള്ള പദ്ധതികൾ വാർഡുകളിലൊന്നും കുടിവെള്ള പദ്ധതികൾ ചില വാർഡുകൾ മാത്രമല്ലാതെ എല്ലാ വാർഡിലും ഓരോ കുടിവെള്ള പദ്ധതിയൊക്കെ മുനിസിപ്പാലിറ്റിക്ക് സുന്ദരമായി കൊണ്ടുവരാം, അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ 2ാം വാർഡിൽ SDPI ഇടതുപക്ഷം ഒരു സഖ്യമുണ്ടെന്നതാണ് ഭരണപക്ഷം അല്ലെങ്കിൽ UDF ആരോപിക്കുന്ന ഒരു കാര്യം. അത് തെറ്റാണ്. അവിടെ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിന് ആർക്കും വോട്ട് ചെയ്തൂടെ? ജനാധിപത്യ രാജ്യത്ത് ആർക്കും വോട്ട് ചെയ്തു, അതിൻ്റെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആരോപിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നുമില്ല. അവിടെ അയാൾ പൊതു സ്വതന്ത്രനാണ്, അയാൾക്ക് നമ്മളെല്ലാവരും വോട്ട് ചെയ്യണ്. അയാൾ ജയിച്ച് വരട്ടെ. മുമ്പ് ലീഗിലുണ്ടായിരുന്ന ആളല്ലേ, അയാൾ പൊതു സ്വതന്ത്രനാണ്, അത് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആരും ബേജാറാണ്ട് അയാൾ ജയിക്കും, 100% അയാൾ ജയിക്കും. ആ പേടിയുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. എന്താ വെച്ചാൽ എല്ലാവരും കൂടെ അയാളെ ജയിപ്പിക്കും. അയാൾ ആ നാടിന് ആവശ്യമുള്ള ആളാണ്. ഇതിന് മുമ്പ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അതിൻ്റെ ശേഷം എന്താ അവിടെ നടന്നു? ഒരു റോഡ് വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് നടക്കാൻ കഴിഞ്ഞാണോ? PWD റോഡാണെങ്കിലും എത്ര മുടക്കി അവിടെ? ആദ്യം പറഞ്ഞു പിന്നെ എന്താണ് മുനിസിപ്പാലിറ്റി നഗരസഭേൻ്റെ റോഡാണ്, നഗരസഭേൻ്റെ ഫണ്ട് ഒരുക്കിയിട്ട് ഫസ്റ്റിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ അവിടെ പ്രവർത്തിക്കാൻ പോയിരുന്നു. അന്ന് അവിടെ പറഞ്ഞു നടത്തിയത് എന്താ വെച്ചാൽ പിന്നെ മുനിസിപ്പാലിറ്റി പ്രത്യേക ഫണ്ട് വെച്ചിട്ട് ആ റോഡ് പണിയെടുക്കും. പിന്നെ അത് റോഡ് പണിയില്ല. ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അതിനും കേരള സർക്കാർ വേണ്ടി വന്നു. 2ാം വാർഡിൽ ആ വികസനം കൊണ്ടുവരണമെങ്കിലും കേരള സർക്കാർ വേണ്ടി വന്നു, അല്ലാതെ ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ആ വാർഡിൽ നിന്നല്ല ചെയർപേഴ്സൺ മാറി മാറി വരുന്നൊരു ഉണ്ടായിരുന്നു. മണിക്കൂറുകളാണെങ്കിൽ ദിവസങ്ങളല്ലെങ്കിൽ ആഴ്ചകൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നഗരസഭ എത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടായത് ഇടതുപക്ഷം മുസ്ലിം ലീഗിൽ നിന്നും ഭിന്നിച്ച ഒരു വിഭാഗത്തിനെ പിന്താങ്ങുന്നൊരു സാഹചര്യത്തിൽ അവർ മാറിയാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാടായിരുന്നു ഉണ്ടായത്. അനുകൂലമായ നിലപാടല്ലേ? 50 കൊല്ലത്തോളം ഭരിച്ച ഒരു മുനിസിപ്പാലിറ്റി അവർ പറയുന്ന 6 ജൂദാസുകൾ ഇങ്ങോട്ട് മറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഈ സ്ഥാനാർത്ഥിയായത്. പിന്നെ അവർ വിപ്പ് കൊടുത്തോ? അവർ പറഞ്ഞില്ല ഞങ്ങൾ വിപ്പ് കൊടുത്തു, അല്ലെങ്കിൽ ആ 6 ആളുകളെ അവർ ഇന്ന് യോജിപ്പിച്ചിട്ടാണ് ആ ഭരണം മുന്നോട്ട് പിന്നെയും നടത്തിക്കൊണ്ടുപോയത്. അല്ലെങ്കിൽ ആളുകൾ പുറത്താക്കിയിട്ടില്ലല്ലോ. അതിന് ഇടതുപക്ഷത്തിന് എന്താ വെച്ചാൽ ഇടതുപക്ഷത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നല്ലാതെ വേറെ അതിലൊന്നും നടന്നിട്ടില്ല. ആദ്യത്തെ 3 വർഷവും പിന്നീടുള്ള 2 വർഷവും കമ്പയർ ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ല ഭരണം ഏതായിരുന്നു? അത് പിന്നെ ഭരണം രണ്ടും കണക്കാണ്, ഒരേപോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ അതിന് മുമ്പുള്ള പിന്നെ എന്താണ് മുമ്പുണ്ടായിരുന്ന ചെയർപേഴ്സണിൽ മോശമായതുകൊണ്ടാണല്ലോ പിന്നെ 2ാമത് അതിലേറെ മോശമായിരുന്നു. ഞാൻ കേട്ടിടത്തോളം അതാണ് സംഭവം. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പിന്നെ ഈ 2 വർഷത്തിനേക്കാളും 2ഉം 3ഉം ഒക്കെ ഒരേ മാതിരി തന്നെ, വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൾ മാറിച്ചിട്ട് നാടിന് ഗുണമൊന്നും ഉണ്ടായില്ല. ലീഗിന് ഗുണം ഉണ്ടായിട്ടുണ്ടാവും, അല്ലാതെ നാട്ടുകാർക്ക് ഗുണം ഉണ്ടായില്ല. ഇതെന്തോ കോട്ടക്കൽ നഗരസഭയിലെ ഇന്ത്യന്നൂർ 17, 18 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. 18ാം വാർഡിലേക്ക് മത്സരിക്കുന്ന റിസ്വാന ആഷിഖാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ഒരു പുതുമുഖമായിട്ടാണോ വരുന്നത്? തീർച്ചയായിട്ടും ഒരു പുതുമുഖമാണ്. ഇപ്പോൾ 3 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും പാർട്ടി പ്രവർത്തകരും കൂടെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത്. നല്ലൊരു ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. നല്ലൊരു സപ്പോർട്ടും അവർ തരുന്നുണ്ട്. എന്താണ് അവരുടെ ഒരു ആവശ്യങ്ങൾ? വീടുകളിലൊക്കെ നടന്നപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പൊതുവായിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. അത് കഴിയുന്നതും നിലവിലെ കൗൺസിലർ പരിഹരിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം എന്നാലും ഒരു നിലനിൽക്കുന്ന പ്രശ്നമാണ്. നമ്മൾ കോട്ടക്കൽ നഗരസഭയിലെ അത് ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കിണർ റീചാർജിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് നിലവിലെ കൗൺസിലർ. ഇനിയും ഇനി പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടായേക്കുമോ റിസ്വാന വിജയിച്ചു വരികയാണെങ്കിൽ? ശ്രമിക്കാം. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് പോലെ ശ്രമിക്കും. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒക്കെ നിറവേറ്റിയിട്ടുണ്ടോ? പ്രാഥമികമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ്, റോഡുകൾ, തെരുവ് നായ ശല്യം, അതൊക്കെ നിലവിൽ സ്ട്രീറ്റ് ലൈറ്റ്, മിനിമാസ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിലവിലെ കൗൺസിലർ നടത്തിയിട്ടുണ്ട്. ഈ വികസനത്തിൻ്റെ തുടർച്ചയായിട്ട് എന്നുള്ള രീതിയിൽ ഞാനും ഒപ്പം പ്രവർത്തിക്കും.
എങ്ങനെയുണ്ട് ഈ ഒരു വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ജനങ്ങളൊക്കെ എന്താ പറയുന്നത്? ഒരു പുതുമുഖമാണ്, ഒരു യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പോകുന്നത്? യൂത്ത് ഐക്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ഓപ്പൺ ജിമ്മാണ് പ്രതീക്ഷിക്കുന്നത്. റിസ്വാന വിജയിച്ചു വരികയാണെങ്കിൽ ഒരു ഓപ്പൺ ജിം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇന്ത്യനൂരിൽ 18-ാം വാർഡിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ജിമ്മ് ഞാൻ പ്രവർത്തിക്കും. ഇതിനു മുമ്പും ഈ രാഷ്ട്രീയ രംഗത്ത് പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പാർട്ടി പ്രവർത്തനത്തിലൊന്നും കോളേജിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഫസ്റ്റായിട്ട് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. മുൻ കൗൺസിലർ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം ഈ വാർഡിലേക്ക് എത്തിച്ചത്? 5 വർഷം കൊണ്ട് നമ്മളെ വാർഡ് വളരെ ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ റീചാർജിങ് 200 പല വീടുകൾ ചെയ്തു. ഞങ്ങൾ കുറച്ച് വീടുകൾ ചെയ്യാൻ ബാക്കിയുള്ളൂ. പിന്നെ ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നമ്മൾ കിട്ടുന്നതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള വിഷയം ഇപ്പോൾ ചെറിയ വിഷയം ഈ പറഞ്ഞ കുടിവെള്ളം തന്നെയാണ്. ഇത് ഞങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ നോക്കി തീർന്നിട്ടില്ല. പിന്നെ ഒരു അംഗനവാടി വിഷയമുണ്ട് ഞങ്ങൾ പെരുങ്കുളം ഭാഗത്ത്. അത് ഞാൻ ശ്രമിച്ചു കുറേ ആയിട്ടില്ല. ഇനിയിപ്പോൾ ശ്രമിക്കട്ടെ. ഇവിടെ ഇനി തുടർ ഭരണം തന്നെ അല്ലെങ്കിൽ ഈ വാർഡ് വീണ്ടും UDF-ൻ്റെ കയ്യിൽ തന്നെ? തീർച്ചയായിട്ടും ഭദ്രമായിരിക്കും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് 3 വർഷം ഒരു ചെയർപേഴ്സൺ, 2 വർഷം ഒരു ചെയർപേഴ്സൺ, ഒരാഴ്ച LDF-ൻ്റെ ടീമിൻ്റെ കൂടെ കയ്യിലും. എന്ന് വെച്ചാൽ താങ്കൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഈ 2 ചെയർപേഴ്സൺമാർ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചതായിരുന്നു? അത് രണ്ടും ഒരേ മാതിരി തന്നെയാണ്. രണ്ടും ചെയർപേഴ്സൺമാരാണല്ലോ. പാർട്ടിയുടെ മാറ്റം വരുത്തി 2 വർഷം പോയി, അത്രേ ഉള്ളൂ. ഈ ഒരാഴ്ചയെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഇരുന്നപ്പോൾ മാനസികമായ ഒരു വിഷമമുണ്ടായിരുന്നു? അത് വിഷമമുണ്ടായിട്ടില്ല. അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. അത് നമ്മുടെ വാർഡിനെ ബാധിച്ചിട്ടില്ല. ബാധിച്ചിട്ടില്ല. അത് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണോ പറയുന്നത്? ഒന്നുമില്ല, അങ്ങനെ ആശങ്കയുമില്ല. ഏകദേശം എത്ര സീറ്റ് കിട്ടാനാണ് സാധ്യത? ഞങ്ങൾ UDF പറയുന്നത്. UDF 30 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. 30 സീറ്റ് കൺഫേം ആണ്. ഈ വാർഡ് വിഭജന അശാസ്ത്രീയമായി മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് എന്നൊക്കെ ഒരു ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെ സംഭവം ഇല്ലാത്തതാണ്. പ്രതിപക്ഷം ഉണ്ടല്ലോ, അവർ പറയണ്ടേ? ഭരണം അവരുടെ കയ്യിലല്ലേ. ഒരു വിഷയമില്ല, അങ്ങനെ വിഷയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറയാല്ല, അതെന്താ അവർ അവിടെ 10 പേരുണ്ടല്ലോ. എന്താണ് ഈ വാർഡിലേക്ക് ഇനി വേണ്ടത്? ഈ വാർഡിൽ പ്രധാനപ്പെട്ട് വേണ്ടത് ഈ കുടിവെള്ള ക്ഷാമത്തിൻ്റെ കാര്യം തന്നെയാണ് വേണ്ടത്. മറ്റ് എല്ലാ ഇടത്തും റോഡുകൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മുഖ്യ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് സെൻ്ററാണ്. ഞങ്ങൾ ഈ ഭാഗത്ത് ഇന്ത്യനൂർ പ്രദേശത്ത്, അല്ലാതെ ഒരു വാർഡ് എന്നല്ല, ഇന്ത്യനൂർ പ്രദേശത്ത് ഒരു ഹെൽത്ത് സെൻ്റർ ഇല്ല. അതിന് ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഈ ഭരണസമിതിയാണ് വരിക, അത് ഞങ്ങൾ കാര്യമായിട്ട് ശ്രമിക്കും, അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ മെയിൻ കാര്യം. പിന്നെ റോഡുകൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, അതിന് വലിയൊരു മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ആകെ 2 റോഡിന് ഞങ്ങളെ വാർഡിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ. അത് പാസ്സായി കിടക്കുന്ന റോഡാണ്. അത് കോൺട്രാക്ടർമാരുടെ ഡിലേ കൊണ്ട് മാത്രം നടപ്പിലാവാത്തതാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ MLA-ൻ്റെ ഫണ്ടായിക്കോട്ടെ 25 ലക്ഷം രൂപയുടെ ഒരു ഫണ്ടാണ് ഞങ്ങൾ റോഡിന് ഞങ്ങൾ തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് കാലമായിട്ട് റോഡ് വർക്ക് നടത്തിയത്, കൊക്കറിനെ റോഡ് നടത്തിയത്. അത് മൊയ്തീൻകുട്ടിയൊക്കെ കൺസൾട്ടേഷന് ശേഷമാണ് അത് യാഥാർത്ഥ്യമായത്. MLA-ൻ്റെ ഫണ്ടാണ് എങ്കിലും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് പറയാനുള്ളത് ഈ വാർഡിൻ്റെ വികസനം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ രാഷ്ട്രീയപരമായിട്ട്? വാർഡിൽ നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾറെഡി ഇപ്പോൾ എല്ലാം നമുക്ക് സെറ്റാണ്. ഒന്നര ഈ പറഞ്ഞ പോലെ 2 വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അത് ഓൾറെഡി നമുക്ക് ടെൻഡർ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പ്രശ്നം എന്നാൽ ഇപ്പോൾ കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് നമ്മളെ ഈ മുനിസിപ്പാലിറ്റിയിൽ തന്നെ അത് കുറവാണ്. വലിയൊരു പ്രൊജക്റ്റും കൊണ്ടുവരാനുള്ള ജലത്തിൻ്റെ സ്രോതസ് ഇല്ല ഇവിടെ. ചെറിയ മിനി കുടിവെള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നു. അത് മാക്സിമം നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. എന്തായാലും അടുത്ത ഒരു ഇതിൽ തുടർച്ചയാണല്ലോ എന്ന് പറയുന്നത്, അത് മാക്സിമം ശ്രമിക്കും. മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് MP ഫിറോസ് ഖാൻ. എന്താണ് പറയാനുള്ളത്? ഇത്തവണ എങ്ങനെയായിരിക്കും ഈ വാർഡിലെ ഒരു സ്ഥിതിഗതികൾ? ഈ വാർഡിലെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഉഷാറാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു
UDF ഭരിക്കുന്നൊരു വാർഡാണല്ലോ. ഇവിടെ വർഷങ്ങളായിട്ട് എന്ന് പറയാൻ കഴിയില്ല. UDF സ്ഥാനാർത്ഥികളും വരാറുണ്ട്, LDF സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം 100% ഞങ്ങൾ UDF സ്ഥാനാർത്ഥി പിടിക്കുമെന്നുള്ളതാണ്. ഇതിൽ 100% ഞങ്ങൾ എല്ലാ വീടുകളും പോകുമ്പോഴും അതിൻ്റെ ഒരു മാറ്റം ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? ജനങ്ങളുടെ ഭാഗത്ത് 100% സപ്പോർട്ടായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇവിടെ നിലവിലിവിടെ 17 വാർഡിൽ എന്ന് പറയുന്ന 2 അംഗനവാടിയുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നമ്മൾ ഒരു അംഗനവാടിക്ക് സ്വന്തം സ്ഥലം സ്ഥാപിക്കുകയും അതിന് പുതിയ അംഗനവാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒരു അംഗനവാടി നമ്മളിവിടെ നിലവിൽ ഇവിടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇടപെട്ട് നമ്മൾ ഒരു സ്വന്തം സ്ഥലം കിട്ടി അതിന് നമ്മളൊരു പുതിയ ബിൽഡിംഗ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ മറ്റുപാട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അടുത്തത് നമുക്കൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇന്ത്യനൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ നമ്മൾ ശ്രമം നടത്തി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് ഒരു മാവേലി സ്റ്റോർ നിലവിൽ ഇന്ത്യന്നൂരിന് അനുവദിച്ചതായിരുന്നു. അത് എത്തിക്കാനുള്ള നടപടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇന്ത്യനൊരു മാവേലി സ്റ്റോർ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യനൊരു മാവേലി സ്റ്റോർ ആവശ്യമുള്ളതാണ്. അതിന് വേണ്ട സംവിധാനം എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യനൊരു KFCയുടെ സബ് സെൻറ്റർ ഇവിടെ KCBയുടെ സബ് സെൻറ്റർ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ പാസ്സായി കിടക്കുന്നുണ്ട്. അതിന് വേണ്ട സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിന് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ വേണ്ട എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ച് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് നമ്മൾ നിലവിലുള്ളതുമാണ്. പക്ഷേ അതിന് ഈ സർക്കാരിൻ്റെ ഒരു ചെറിയ പ്രയാസം കൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം സർക്കാർ UDF സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ അത് നമുക്കിവിടെ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. എങ്ങനെയുണ്ട് പര്യടനമൊക്കെ? ഒരു ഘട്ടമൊക്കെ പൂർത്തിയാക്കി? വളരെ ഉഷാറാണ്. നമ്മുടെ മുൻ കൗൺസിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനക്ഷേമ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട ഏത് നിമിഷത്തിലും ജനങ്ങൾ വിളിച്ചാൽ എത്തുന്ന ഒരു കൗൺസിലറായിരുന്നു. പിന്നെ ഒരു ടീമായിരുന്നു. അവരെല്ലാവരും നല്ല ഉഷാറായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസമാണ് നമ്മുടെ ഫിറോസ് ഖാൻ 100% വിജയിക്കുമെന്നുള്ളത്. ഇന്ത്യന്നൂരിന് അനുവദിച്ച അല്ലെങ്കിൽ ലഭിക്കേണ്ട KSCBയുടെ ഒരു സെക്ഷനാണ് വില്ലൂരിലേക്ക് മാറ്റിയത്. വില്ലൂരിലേക്ക് മാറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ സ്ഥലപരിമിതി കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ കാരണം? അത് വില്ലൂരിലേക്ക് മാറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് ആ ഭാഗത്തുള്ളവർ അതിനൊരു പ്രപ്പോസൽ വെച്ചു. ആമപ്പാറക്ക് മാറ്റിയിരുന്നു. അവരും അതുപോലെ പറ്റുന്ന രൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കി. നമ്മൾ ഇന്ത്യന്നൂർ സബ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യന്നൂരിൽ സ്ഥാപിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു. ഞങ്ങൾ ബിൽഡിങ് കണ്ടെത്തി, മറ്റ് സംവിധാനങ്ങളൊക്കെ കണ്ടെത്തി. 3 വർഷം വാടക ഫ്രീ ആയിട്ട് നമുക്ക് വാടക വേണ്ട എന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണു. അതിനിടയിൽ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണസ്വാധീനം വെച്ച് അത് ആമപ്പാറയിലേക്ക് പോകണം. അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മളെ ഇടപെടലുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ ആ നിർത്തം നിൽക്കുകയാണ്. ഞങ്ങൾ മാക്സിമം ഈ 2 കൗൺസിലർമാർ ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് UDFൻ്റെ പിന്നെ കൗൺസിലർമാരായി വന്നാൽ ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾ കൂടും. അതെങ്ങനെങ്കിലും ഇവിടെ എത്തിക്കും. മാവേലി സ്റ്റോറും അതിലൊരു സംശയമില്ല. മാവേലി സ്റ്റോർ, പിന്നെ KCBൻ്റെ സബ്സ്റ്റേഷൻ, അതുപോലെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ, ഒരു ഓപ്പൺ ജിം. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ മാക്സിമം പറ്റാവുന്ന രൂപത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 കൗൺസിലർമാരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ വികസനവും എടുത്തിട്ടുണ്ട്. ഇനി ഇത്തരം പൊതുവായ കാര്യങ്ങളിലേക്കും കൂടെ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് പറ്റിയ 2 കൗൺസിലർമാരെ ഈ നാട്ടുകാർ തിരഞ്ഞെടുക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള? നല്ല പ്രപ്പോസലാണ്. ശരിക്ക് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ 2 കൗൺസിലർമാർ എന്നുള്ളതല്ല, ഇവിടെ ഓരോ പ്രവർത്തകരും ശരിക്കും കൗൺസിലർമാരെ പോലെ പണിയെടുക്കുന്നുണ്ട്. ഇതിൽ കൗൺസിലർമാർക്ക് മാത്രമല്ല ചാർജ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു 2 ആൾക്ക് മാത്രം ഒരു ചുമതല അല്ല. ഞങ്ങൾ മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായിട്ടുള്ള അതിൻ്റെ വിജയമാണ്. ശരിക്ക് ഒരുപാട് വോട്ടിൻ്റെ ലീഡ് കിട്ടേണ്ടിയിരുന്ന വാർഡായിരുന്നു ഇപ്പോഴത്തെ 17-ാം വാർഡ്. മറുവശത്തിന് ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കത് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിടിച്ചെടുത്ത വാർഡാണിത്. ശരിക്ക് എതിർകക്ഷിൻ്റെ തവണ 28 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ ഈ വാർഡിൽ, 17-ാം വാർഡിൽ. അതിപ്പോഴത്തെ 17-ാം വാർഡിൽ 28 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. മറ്റേ വാർഡിൽ നല്ല അതിഗംഭീര ഭൂരിപക്ഷമാണ്. 300-ന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് 400-ന്റെ അടുത്ത് എത്തിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേപോലെ തന്നെ ഇവിടെ ഞങ്ങൾ നല്ലൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ സംതൃപ്തരാണ് ഈ 5 വർഷത്തെ
എല്ലാ വിഭാഗവും സംതൃപ്തിയിലാണുള്ളത്. ആർക്കും ഒരു എതിർപ്പും ഇല്ല, എല്ലാവരും സന്തോഷത്തിലാണ്. മാത്രമല്ല പലരും നമ്മളിങ്ങനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇനിയും ഈ ടീം തന്നെ വരണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് പറയുന്നത് ഓരോരുത്തരും. മാത്രമല്ല എതിർപക്ഷത്തിന് ശരിക്ക് ഒരു വേര് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ വാർഡിലെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു UDF? നല്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തോടെ ഫിറോസ് ഖാനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് നല്ല ഇവിടെ ഭാഗത്തുള്ള എല്ലാ പ്രവർത്തകരും സജീവമായ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ വളരെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. ഒരുപാട് വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? വളരെ വികസനം ഈ അടുത്ത കാലത്തായി നമ്മൾ ചെയ്യേണ്ടതായിട്ട് കാര്യമായിട്ട് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഈ കുടിവെള്ള പദ്ധതി പ്രശ്നമുണ്ട്. അതിപ്പോൾ വിപുലമായ പദ്ധതി MLA കൊണ്ടുവരുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എപ്പോൾ വരും എന്നുള്ളതിലുള്ള പ്രതീക്ഷ അതിൽ കാത്തിരിക്കുകയാണ്. അല്ലാതെ പിന്നെ സ്വയം ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കുടിവെള്ള പദ്ധതി ചെയ്യാൻ പറ്റുന്നതല്ല. എല്ലാ വാർഡുകൾക്കും അത് കുടിവെള്ള പദ്ധതി വിഷമം എല്ലാ വാർഡിലുണ്ട്. അപ്പോൾ അതിനോട് ശാശ്വതമായൊരു പരിഹാരം പിന്നെ MLA കയ്യിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പൂർത്തിയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വാർഡിൽ എടുത്തു പറയത്തക്ക വല്ല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ള വാർഡുകൾക്കൊക്കെ ഒരു മാതൃകയാക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ മെമ്പർ? വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും ആളുകൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു പ്രതിഷേധം ഇപ്പോൾ ഞങ്ങൾ വീടുകളിലൊക്കെ ഇറങ്ങുമ്പോൾ 18-ാം വാർഡിൽ കഴിഞ്ഞ ടേംസിൽ 100% നികുതി കളക്ട് ചെയ്ത ഒരു വാർഡാണ് നമ്മൾ. അത് നമ്മളെ പ്രത്യേകം നമ്മളെ മുനിസിപ്പാലിറ്റി ഭരണസമിതിയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്കായി ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. വിജയാശംസകൾ നേരുന്നു. വിജയാശംസകൾ നേരുന്നു. പതിനാലാം വാർഡ് കൂരിയാടിലെ UDF സ്ഥാനാർത്ഥി സലീന ബാവയും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ? നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ആളുകളൊക്കെ നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും എത്തിയോ? എല്ലാ വീട്ടിലും എത്തി. റൗണ്ട് എത്തി. രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു കഴിഞ്ഞ തവണ ഒരു 5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയം ഉണ്ടായത് UDFന്. ഇത്തവണ എന്തായിരിക്കും? ഇത്തവണയും വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളിൽ നിന്നും ഒന്നും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിവെള്ള പ്രശ്നം തന്നെയാണല്ലേ കുരിയാട് വാർഡിലെ. അത് വിജയിച്ചു വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ശ്രമിച്ചതാണ്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റല്, റോഡ് സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളായിട്ട് കുറേ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വികസനം ഇനിയും മുന്നോട്ട് പോകാനാണ് എന്നോടൊപ്പം ഞാനിവരുടെ കൂടെ എല്ലാം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യങ്ങൾ? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് മെയിനായിട്ട് കുടിവെള്ളം തന്നെയാണ്. അല്ലാതെ പിന്നെ കുറേ വികസനങ്ങൾ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളായിട്ടൊക്കെ UDFൻ്റെ. ഈ കുരിയാട് പറയുമ്പോൾ കുറച്ച് ഇവിടേക്ക് റോഡ് വികസനമൊക്കെ വേണ്ട രീതിയിലെത്തി. വികസനമൊക്കെ ഇവിടെ കൂടുതലും ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. മുന്നേ ഉള്ള മെമ്പർമാരൊക്കെ നടത്തിക്കൊണ്ടുണ്ട്. അത് ഇനിയും തുടർന്ന് പോകാം. ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ജനങ്ങളോട് കൂടെ ഒരുമിച്ച് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പറയാം. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ UDFൻ്റെ പ്രവർത്തകരാണ് കൂടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിനെ വെച്ച് ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി സ്ഥാനാർത്ഥി ഞങ്ങൾ എന്തായാലും നമ്മളെ നഗരസഭയിലേക്ക് ആക്കും. കാരണം അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്ന 5 വോട്ടിൽ നിന്ന് 200-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നഗരസഭയിലേക്ക് ആക്കും. ഒരുപാട് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കൂരിയാടിൻ്റെ പ്രശ്നം എന്നത് കുടിവെള്ളം തന്നെയായിരുന്നു. കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ ഞാനൊരു ബൈറ്റിൽ പറഞ്ഞു കേട്ട് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2000-2005 കാലഘട്ടം മുതൽ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കല്ലാറമ്പ് കുടിവെള്ള പദ്ധതി തുടങ്ങിയതും അത് നടപ്പിൽ വരുത്തിയതും. നമ്മൾ സമയദോഷം എന്താണെന്ന് പറഞ്ഞുകൂടാ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഇവിടേക്ക് കൊടുക്കാനുള്ള വെള്ളമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. അതായത് ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരുന്ന നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന UDFൻ്റെ സാരഥികൾ കൊണ്ടുവന്ന പദ്ധതികളിലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 14-ാം വാർഡിൻ്റെ അല്ല, കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് ഒരു സോഴ്സ്, സ്ഥായിയായ ഒരു സോഴ്സ് ഇല്ല എന്നാണ് കുടിവെള്ളത്തിനുള്ള പ്രശ്നം. അതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഈ ബോർഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ അതിനുവേണ്ടി മാറാക്കര പഞ്ചായത്തും ആദനാട് പഞ്ചായത്തും അതുപോലെ മുനിസിപ്പാലിറ്റിയും കൂടിക്കൊണ്ട് ജലജീവൻ മിഷന് വേണ്ടി ആദനാട് 37 ലക്ഷം രൂപ വകയിരുത്തി മുനിസിപ്പാലിറ്റിക്ക് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങുന്നുണ്ട്. അത് നമ്മളെ മരവട്ടം അതുപോലെ തന്നെ വലിയപറമ്പിലും ടാങ്ക് സ്ഥാപിക്കുകയും അതുവരെ ജലജീവൻ മിഷൻ്റെ പദ്ധതി അതിന് നമ്മളെ ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ MLA സ്പെഷ്യൽ സാങ്ഷനായിട്ടാണ് നമുക്ക് വന്നത്. കാരണം നമുക്കറിയാം ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുനിസിപ്പാലിറ്റി കിട്ടുന്നതല്ല, അത് നമുക്ക് സ്പെഷ്യലായിട്ട് തന്നതാണ്. അതിന് ശേഷം 16 കോടി രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാവിധ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ലൈൻ വലിക്കലും അതുപോലെ തന്നെ ഹൗസ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി 16 കോടി രൂപ അതിൻ്റെ ടെൻഡർ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇവർ പറയുന്ന പോലെ ഒരു ദിവസം വിളിച്ചിട്ട് ഇവിടെ കുടിവെള്ളത്തിന് ഞങ്ങൾ ചെയ്യും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് അതിനുള്ള സോഴ്സ് ഇവിടെ ഇല്ല. അതിൻ്റെ അപ്പുറം നമ്മളിവിടെ ചെയ്ത് ഒരുപാട് കുഴൽക്കിണറുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിലൊന്നും വേണ്ടത്ര വെള്ളം കൊടുക്കാനില്ല. ഏകദേശം 325ഓളം വീടുണ്ട് ഇവിടെ. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 200 വീടിനടുത്ത് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ്. അവർക്ക് കൊടുക്കാൻ തക്കതായ സോഴ്സ് നമ്മളെ 14-ാം വാർഡിലില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളില്ല. ഞങ്ങൾ സ്വന്തം പൈസ എടുത്തിട്ട് കോഴിക്കോട് നിന്നുള്ളൊരു പാർട്ടിയെ കൊടുത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേ പ്രകാരം ഒരിക്കൽ പോലും നമ്മുടെ വാർഡിൽ ഇത്രയും വലിയൊരു കുടിവെള്ള പദ്ധതി കൊണ്ടുപോകാൻ കഴിയുകയില്ലാതെ അതിൻ്റെ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ അപേക്ഷ എല്ലാ വീടുകൾക്കും നമ്മൾ മഴവെള്ള റീചാർജ് കിണർ റീചാർജ് പദ്ധതി കൊടുക്കുകയും അത് അപേക്ഷ എല്ലാ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മേലെ ഏരിയയിലുള്ള ആളുകൾക്ക് കുടിവെള്ളം ഒരു പരിധി വരെ സ്ഥായിയായിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റും. അതല്ല നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥമല്ല. കാരണം നമുക്ക് കൊടുക്കാൻ എന്താണ് അതിന് ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇവിടെ അതിനുള്ള കുടിവെള്ളം കിട്ടാനുള്ള സോഴ്സ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസം. ഞാനിവിടെ നടന്ന എല്ലാ വാർഡ് സഭകളിലും ഈ വിഷയം പറഞ്ഞതുകൊണ്ട് അവരോട് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. കാരണം കുടിവെള്ളം എന്നത് നമ്മൾക്ക് എവിടുന്നെങ്കിലും കിട്ടാതെ, വെള്ളം കിട്ടാതെ ഒരു ടാങ്ക് കൊടുന്ന് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. അതിന് സ്ഥായിയായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കിണർ റീചാർജാണ്. അത് നമ്മൾ ഏകദേശം 200ഓളം വീടുകൾക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വീടുകൾക്ക് സുനിശ്ചിതമായിട്ടും നമുക്കറിയാം കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു കേട്ടത് കാര്യമായിട്ട് വികസനങ്ങൾ ചെയ്തില്ല എന്നതാണ്. നമുക്കറിയാം നമ്മുടെ അയൽപ്രദേശങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചൊരു വാർഡാണ് ഇവിടെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഹെൽത്ത് മേഖലയിൽ നമുക്കിവിടെ ഒരു UPHC ഉണ്ട്. അത് റെൻറ്റഡ് ബിൽഡിങ്ങിലാണ്. അത് 2000 സ്ക്വയർ ഫീറ്റിലായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞതിലാണ് നമ്മൾ 4000 സ്ക്വയർ ഫീറ്റിലേക്ക് അതിൻ്റെ മേൽഭാഗം എടുത്തിട്ട് എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി നമ്മളെ FHSCക്ക് ഇല്ലാത്ത സംവിധാനം വരെ ഇവിടെ ഉണ്ട്. അത് അത്യാധുനിക ലാബുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുണ്ട്. അതുകൂടാതെ അതിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും ഗ്രാൻഡിൽ നിന്ന് ഹെൽത്ത് ഗ്രാൻഡിൽ നിന്ന് 1.5 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല നിലവിലുള്ള സബ് സെൻറ്റർ, ഈ സബ് സെൻറ്ററിലേക്കാണ് ഈ UPHSC ഇങ്ങോട്ട് മാറുന്നത്. നാസറാക്കയുടെ ഭരണ സമയത്താണ് നമുക്കതിന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിട്ട് അത് ഇങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം എടുത്തത്. അത് ആദ്യം എന്ത് വേണം, നമ്മളെ നിലവിലുള്ള സബ് സെൻറ്റർ ഇവിടുന്ന് മാറ്റണം. അതിനുവേണ്ടി 7 സെൻറ്റ് സ്ഥലം വകയിരുത്തുകയും നമുക്ക് ഫ്രീ ആയിട്ട് ഒരാൾ തന്നിട്ടുണ്ട്. അവിടെ 55 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്ക് കഴിയുന്നതോടുകൂടി ഇതിൻ്റെയും വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം UPHSൻ്റെ ഏറ്റവും നമ്മളെ ചുറ്റുഭാഗത്ത് തന്നെ മാതൃകയാകുന്ന രൂപത്തിലൊരു UPHSക്ക് മാറ്റാൻ വെക്കുകയും അതുപോലെ തന്നെ നമ്മളെ അംഗനവാടി സ്മാർട്ട് അംഗനവാടി എന്ന രൂപത്തിലേക്ക് 30 ലക്ഷം വകയിരുത്തിയതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചോല 10 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ പശ്ചാത്തല സൗകര്യങ്ങൾ മാക്സിമം നമ്മൾക്ക് ഇവിടെ കൊടുക്കുക. ഒരു റോഡ് പോലും ഇനി വർക്ക് ചെയ്യാതായിട്ടില്ല. വേണ്ട രൂപത്തിൽ എല്ലാം റീടാറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ അത് 1-2 റോഡ് മാത്രമാണ്. അത് ആ സ്ഥലത്തിൻ്റെ നിവാസികളുടെ വിഷയം കൊണ്ട് മാത്രം അതും നമ്മൾ വർക്ക് തുടങ്ങാൻ നിൽക്കുമ്പോൾ ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ മാത്രമാണ് നീങ്ങി നിൽക്കുന്നത്.
അതല്ലാത്ത സമസ്ത മേഖല നമ്മൾ കൈവച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യക്തിപരമായിട്ട് ആരെല്ലാം അപേക്ഷയുണ്ടോ അവർക്കെല്ലാം കൊടുത്തു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ ലിസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന നമ്മൾ പിന്നെ മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി മതം നോക്കാതെ എല്ലാ ആളുകൾക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഇത്ര ഇതോട് കൂടി പറയാൻ പറ്റും, കഴിഞ്ഞ 5 വോട്ടാണെങ്കിൽ ഞങ്ങൾ 200-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി UDFൻ്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നഗരസഭയിലേക്ക് അയക്കുകയും ചെയ്യും. വൈസ് ചെയർമാനായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ കൂടുതൽ വികസനം എത്തിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ചുറ്റുഭാഗത്തുള്ള വാർഡുകൾ എടുത്താൽ ഞാൻ പറയാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്, ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയും. ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഈ തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടിടം ടി മുഹമ്മദ് ബഷീർ MP-യുടെ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കുകയാണ്. മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ആ കെട്ടിടം വേണ്ട എന്ന്. അതിനെന്താണ് ഒരു പരിഹാരം? അത് മാറാൻ പറ്റാത്തതുകൊണ്ടല്ല, അതിനോട് അത് സബ് സെൻറ്റർ ആയിട്ടാണ് അത് നിൽക്കുന്നത്. അതായത് ടി മുഹമ്മദ് ബഷീർ MP-യുടെ സബ് സെൻറ്റർ ആയിട്ടാണ് നമ്മൾക്ക് അത് കിട്ടിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം UPHEC എന്ന് പറയുന്നതും സബ് സെൻറ്ററും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒന്ന് കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ ഒന്ന് കേരളത്തിൻ്റെ ആണ്. അത് KK നാസർ സാഹിബിൻ്റെ കാലത്താണ് സ്പെഷ്യൽ ഓർഡറോട് കൂടിയാണ് നമ്മൾ അത് ഇങ്ങോട്ട് മാറ്റാനുള്ളത്. അതിൻ്റെ വർക്ക് തുടങ്ങുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തീർന്ന് ഇപ്പോൾ പിന്നെ ആ സബ് സെൻറ്ററിനെ നമ്മൾ എന്ത് ചെയ്യാണ്, UPHEC കൺവേർട്ട് ചെയ്യാണ്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി നീട്ടിയിട്ട് മേലേക്ക് 2 നില കൂടി എടുത്തിട്ട് ഏകദേശം അതാ പറഞ്ഞത് 50 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 1.5 കോടി പിന്നെ ഗ്രാൻറ്റും ലഭിച്ചിട്ടുണ്ട്. ആ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് 2 ചെയർപേഴ്സൺമാരും ഇടയിൽ വേറൊരു ചെയർപേഴ്സണും കയറി വന്ന കാലമായിരുന്നു. ലീഗിൻ്റെ ഒരു വിഭാഗവും CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിഭാഗം കൂടി 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഭരണം നടത്തി എന്നതാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് ഒരു സംഭവബലമായ ഒരു 5 വർഷം തന്നെയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന 2 വർഷം അതിനെ എല്ലാം തിരുത്തുന്ന രൂപത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഭരണം, അതാണല്ലോ ഏറ്റവും നമുക്ക് മാർക്കിട്ട് തരേണ്ടത് നമ്മളല്ല, തീർച്ചയായിട്ടും പൊതുജനങ്ങളാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 3 വർഷത്തെ ഭരണം മോശമായിരുന്നു ഇല്ല, അങ്ങനല്ല. ആദ്യത്തെ 3 വർഷം നമുക്കറിയാം കോവിഡിലായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല. കാരണം കോവിഡ് കഴിഞ്ഞല്ല, ആദ്യത്തെ 3 വർഷം പിന്നെ 2 വർഷം, ഈ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മികച്ച ഭരണം ഏതായിരുന്നു? അല്ല, മൊത്തം മികച്ച ഭരണം തന്നെയാണ്. അങ്ങനെയല്ല, കാരണം നമ്മൾ പറഞ്ഞാൽ അവസാനം ഈ ഇറങ്ങിപ്പോരുമ്പോൾ ആത്മസംതൃപ്തിയോടുകൂടി പറയുമ്പോൾ പൊതുജനങ്ങളാണ് ഇതിന് വിലയിരുത്തേണ്ടതും, പൊതുജനങ്ങളാണ് നമുക്ക് മാർക്കിട്ട് തരുന്നത്. തീർച്ചയായിട്ടും ഇറങ്ങിപ്പോരുമ്പോൾ ഏറ്റവും നല്ല ഭരണം നടത്തി എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഏറ്റവും ആത്മസംതൃപ്തിയോടുകൂടെ നിൽക്കാൻ പറ്റുന്നു. പൊതുജനങ്ങളുടെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും അല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇവിടെ നിന്നെല്ലാം മാറി നിൽക്കണം. ഇന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് 5 വോട്ടിൽ നിന്നും ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി 200-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ട്. ഇവിടെ ഈ വാർഡ് ഇന്ന് മുതൽ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിയോ അന്ന് മുതൽ UDFൻ്റെ കൂടെ നിന്ന ഒരു വാർഡാണ്. നിങ്ങൾക്കറിയാം, അന്ന് മുമ്പ് വലിയറമ്പ് തൊട്ട് ഈ പുന്മള പഞ്ചായത്തിൻ്റെ ഈ ബോർഡർ ഉള്ള കൂരിയാട് വരെ ഒറ്റ വാർഡായിരുന്നു. അക്കാലം മുതൽ ഇവിടുന്ന് ജയിച്ചു വന്ന ഓരോ ജനപ്രതിനിധികളും ഒന്നിനൊന്ന് മെച്ചം എന്ന പോലെ ഓരോ 5 വർഷം കഴിയുമ്പോഴും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കൂടി വന്നതാണ്. കഴിഞ്ഞ തവണ UDFൻ്റെ ശക്തി കേന്ദ്രം ആയിരുന്നിട്ട് പോലും 5 വോട്ട്. അത് കഴിഞ്ഞ വർഷത്തെ അതിനോട് കമ്പയർ കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. ഈ ചാനലിൻ്റെ ഡയറക്ടറായ സന്ദീപിനടക്കം ഈ കാര്യങ്ങൾ അറിയാം. അതൊക്കെ ഒരു പൈസയുടെ ഒരു ആധിപത്യത്തിൽ മറിഞ്ഞ ഇതാണ്. പക്ഷേ അത് തൽക്കാലത്തേക്കാണ്. ഇനി ഇവിടെ നമ്മുടെ മുൻ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് ഞങ്ങൾ തിരിച്ചുപിടിക്കല്ല, ഞങ്ങൾ തുടർ ഭരണം നടത്തും. അതിന് പ്രാപ്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ കൗൺസിലറാണ് താങ്കൾ, നിലവിലുണ്ടായിരുന്ന കൗൺസിലറാണല്ലേ. ഈ രണ്ടാളും തമ്മിൽ വികസനം ആരാണ് ഈ വാർഡിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിയും? ഞങ്ങൾ രണ്ടാളും ഞാൻ പറഞ്ഞില്ല, ഓരോ എൻ്റെ മുമ്പ് ഇതുപോലെ അല്ല, ഞാൻ അതിനു മുമ്പും കൗൺസിലർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ കൗൺസിലർമാരും ഒന്നിനൊന്ന് മെച്ചം. അത് പഞ്ചായത്തിൻ്റെ തുടക്കം മുതൽ വന്ന കൗൺസിലർമാരെ അപേക്ഷിച്ച് ഓരോരുത്തരും ഓരോ 5 വർഷവും മെച്ചപ്പെടുത്തിയാണ് ഈ വാർഡിനെ. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇവിടെ ഈ കാണുന്ന ആരോഗ്യ മേഖലയിലുള്ള
വൻ കുതിച്ചുചാട്ടം. നമ്മുടെ കോട്ടക്കൽ നഗരസഭയിൽ ഇത്രയധികം ആരോഗ്യ മേഖലയിൽ കൈവച്ചൊരു വാർഡ്, അല്ലെങ്കിൽ ഫണ്ട് ചെലവഴിച്ചൊരു വാർഡ് ഈ കൂരിയാടിനെ പോലെ മറ്റു വാർഡുകൾ ഉണ്ടാവില്ല എന്നുള്ള എനിക്ക്. വൈസ് ചെയർമാൻ എന്ന നിലയിൽ എല്ലാം സ്വന്തം വാർഡിലേക്ക് കൊണ്ടുവന്നു എന്നാണോ? ഇത് അല്ലല്ല, വൈസ് ചെയർമാൻ കൊണ്ടുവന്നു എന്നല്ല, സമസ്ത എല്ലാ വാർഡുകളിലും ഗംഭീര കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. പുരോഗതി എല്ലാ വാർഡുകളും നിങ്ങൾ ചുറ്റിക്കറങ്ങി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാ വാർഡുകളിലും മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ കൗൺസിലർമാരും പ്രതിപക്ഷത്തിലുള്ള കൗൺസിലർമാരും അവരുടെ വാർഡിൽ നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ആ കാര്യത്തിൽ ഈ നാട്ടുകാരായ ഞങ്ങൾ സംതൃപ്തരാണ്. ഈ നാട്ടുകാർ ഞങ്ങളോടൊപ്പം അണിചേർന്ന് നിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ വികസനം വരും എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ താങ്കൾ കൗൺസിലറായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥകൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? സർക്കാരിൻ്റെ അനാസ്ഥ പറഞ്ഞാൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഒന്ന് നമ്മളെ വീട് എന്താ പറയുക പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം വളരെയധികം നമ്മൾക്ക് ജനങ്ങളായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടിയ ഒരു വിഷയം അത് ഏറ്റവും വലിയ പ്രയാസപ്പെട്ടു. കാരണം 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരാൾക്ക് 2500 രൂപ 3000 രൂപയിൽ നടന്നൊരു സംഭവം 80,000 90 ലക്ഷം വരെ വന്നിരുന്നു. പിന്നീട് അത് ചുരുക്കി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ചുരുക്കാൻ പകുതിയാക്കിയാണ് ചെയ്തത്. ആദ്യം 3000 രൂപയിൽ തീർന്നിരുന്ന സംഭവം 80,000 ആക്കി നേർ പകുതിയാക്കി ചുരുക്കം 40,000 അപ്പോൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അത് പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ നമ്മൾ നടന്നപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിഷയം. അതുപോലെ തന്നെയാണ് മറ്റ് പല ലൈസൻസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അതിലെല്ലാം വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരള സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റി എന്ന നിലക്ക് അത് അനുസരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിൻ്റെ ബാധ്യതയാണ്. അത് പൊതുജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നഗരസഭയ്ക്ക് അനുകൂലമായി എന്താണ് കിട്ടിയത് സർക്കാരിൽ നിന്ന്? ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? സർക്കാരിൽ നിന്ന് അനുകൂലമായി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഗ്രാൻറ്റുകൾ കിട്ടാത്ത ഒരുപാടാണ് നമ്മൾ PMAY ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 8ഓളം കുടുംബങ്ങൾ വെയിറ്റ് ചെയ്ത് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നേ വരെ കേരള സർക്കാരുകളുടെ പിടിപ്പുകളുണ്ട് അല്ലെങ്കിൽ ഒപ്പിടാത്തത് കൊണ്ട് ഇന്നും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് PMAY. നമുക്കറിയാലോ PMAY പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് ഏറ്റവും താഴ്ന്ന ആളുകൾ നമ്മളെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകളാണ് PMAYക്ക് വരുന്നത്. അവർക്കിത് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ വന്നതിന് ശേഷം എനിക്കൊന്നിപ്പോൾ ഒരു 8ഓളം ആളുകൾ ഇപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് PMAYക്ക് വേണ്ടി. അത് കൊടുക്കാൻ കഴിയില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ PMAY ഇതുവരെയും കേന്ദ്രത്തിൻ്റെ അതിന് കേരളം എന്തില്ല സൈൻ ചെയ്യാത്തതിൻ്റെ പേരിലാണ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നതെന്ന്. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങളുണ്ട്. ഏറ്റവും ഉള്ള ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. താഴെക്കിടയുള്ളവർക്ക് ഇങ്ങനെ കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന അത് കിട്ടാതിരിക്കാറുണ്ട് ഏറ്റവും പ്രയാസമുണ്ടെന്ന്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോട്ടക്കൽ എന്ന മുഖം തന്നെയാണ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ്. അത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അല്ല, പൂർണ്ണമായി എന്ന് പറയില്ല. ഏറ്റവും കൂടുതൽ അത് അതിൻ്റെ രൂപത്തിലേക്ക് മാറിയല്ലോ. നമുക്കറിയാം അതിലൊരുപാട് കേസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്തിട്ടുണ്ട്. മാത്രവുമല്ല അത് പഴയ ആളുകൾക്ക് ഉള്ള ഇഷ്യൂ തീർത്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ പറഞ്ഞാൽ നിലവിലുള്ള പഴയ ആളുകൾ ഒരുപാട് ആളുകൾ മരിച്ച ആളുകളുണ്ട്. അതിനൊക്കെ അത് ലൈസൻസ് അങ്ങോട്ടും കൊണ്ട് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത വിഷയമുണ്ട്. അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മേലെ ഭാഗം ഒരുപാട് എടുത്ത ഒരാൾ തന്നെ 10ഓളം റൂം എടുത്ത ഒരാളുണ്ട്. ഏകദേശം എല്ലാം പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് 10ഓളം റൂം നമ്മൾ എസ്സിൻ്റെതാണ്. അത് നമുക്ക് എസ്സിൻ്റെ ഇത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ തോതിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് അടഞ്ഞു കിടക്കുന്നില്ല. കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിന് ആളുകൾ എന്തുണ്ട് അതിൻ്റെ റെൻ്റ് അടച്ചുകൊണ്ടിരിക്കുന്നു, തുറന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ UDF സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പെൻഷൻ വാങ്ങിയ ഒരു വാർഡാണിത്. ഇന്ന് ആ സ്ഥാനത്ത് അതിൽ നിന്ന് ഒരു 40% ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നത്. കാരണം എന്താ? പല കാരണം പറഞ്ഞ് ഈ ഇടതുപക്ഷ സർക്കാർ 9 വർഷത്തിന് ശേഷം 9 വർഷമായി മുഴുവൻ ആളുകളുടെയും പെൻഷൻ കട്ട് ചെയ്തേക്കുക. അപ്പോൾ അങ്ങനത്തെ ജനദ്രോഹ നടപടികളാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അടുത്തുള്ളത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ മറ്റൊരു കാര്യം തെരുവുനായ ശല്യം. ഈ തെരുവുനായ ശല്യം ആരുടെ ഭാഗത്തു നിന്നാണ് അതിന് ഒരു ഓർഡർ ഇറക്കേണ്ടത്? കേരള സർക്കാരാണല്ലോ അതിന് ഓർഡർ ഇറക്കേണ്ടത്. അതല്ല പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലല്ലോ. അതിന് ഇത് നമ്മൾ ഈ തെരുവുനായ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വീടുകളിൽ കയറി നിങ്ങൾ ചോദിച്ചാലും അറിയാം പന്നികളുടെ ശല്യം. ഒരു സാധനവും ഒരു കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്.
അതിനൊക്കെ ഒരു തീരുമാനമെടുക്കേണ്ടത് കേരള സർക്കാരാണ്. അത് പിന്നെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയാൽ അത് ആളുകളോട് പറഞ്ഞാൽ അത് യേശൂല. അത് ഈ ഇടതുപക്ഷ സർക്കാരാണ് അതിനൊരു ഓർഡർ എടുക്കേണ്ടതും അതിന് നിയമം കർശനമായി കൊണ്ടുവരേണ്ടത്. അതിൽ ആ സർക്കാർ വമ്പേ പരാജയമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഈ വാർഡ് ഭരിച്ചത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാരാണെങ്കിൽ മുനിസിപ്പൽ പ്രസിഡന്റുമാരാണെങ്കിലും അതുപോലെ തന്നെ ചെയർമാനായിട്ടുള്ളതും ഈ വാർഡിന് ഒരുപാട് ആനുകൂല്യം കിട്ടിയ ആളുകളാണ്. എന്ന് വെച്ചാൽ പിന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ വാർഡിൽ നിന്ന് ചില ജനപ്രതിനിധികളായിട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ടൈമുള്ള കൗൺസിലേഴ്സ് ഇവിടെ വാർഡിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസനം വന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ UDF സംബന്ധിച്ചോ നല്ല ഭൂരിപക്ഷത്തിൽ നേരത്തെ പിന്നെ വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ 100-200 വോട്ടിൻ്റെ മേലുള്ള ഭൂരിപക്ഷത്തിന് ഈ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങൾ സെലീന ബാവ എന്ന സ്ഥാനാർത്ഥി 100% വിജയിക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. ശരിക്കും ഒരു വികസനം ആയിട്ടുള്ള ഒരു പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ? വിജയിച്ച് വരികയാണെന്നുള്ള ചോദ്യം ഞങ്ങളതിലില്ല. ഞങ്ങൾ എന്തായാലും ഈ വാർഡിൽ മത്സരിക്കുന്നത് വിജയിക്കാനുള്ളതാണ്. ഇത്രയും കാലത്തെ ഞങ്ങളെ പിന്നെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ UDFൻ്റെ ഉറച്ചൊരു കോട്ടയാണ്. അതുകൊണ്ട് തന്നെ 100% വിജയിക്കും. നല്ല നല്ല പ്രൊജക്റ്റുകൾ ഓൾറെഡി ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഉദ്യാനപാത, പിന്നെ വില്ലൂരിൽ നിന്ന് കൂരാടിലേക്ക് ഒരു ഉദ്യാനപാത ഈ കഴിഞ്ഞ അബോക്കാൻ്റെ സമയത്ത് പ്ലാൻ ചെയ്ത്, അതുപോലെ കുഞ്ഞുട്ടി വൈസ് ചെയർമാനിപ്പോൾ അതിൻ്റെ പദ്ധതികൾ അതിന് തുരങ്കം വെച്ചതും ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അതിന് തുരങ്കം വെച്ച് ആ റോഡ് ഇങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിച്ച് അതിന് ഫണ്ട് വെക്കാൻ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇവിടെ പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് വിവരാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡിനെ മുടക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. നല്ലൊരു കുതിച്ചുചാട്ടം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ നല്ല പദ്ധതികൾ കൊണ്ടുവരാൻ വരുന്ന കൗൺസിലർക്കും സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പ്രചരണമൊക്കെ ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞു. ആദ്യഘട്ടം കഴിഞ്ഞു. സ്ഥാനാർത്ഥി ഒരു റൗണ്ട് കഴിഞ്ഞു. 2ാം റൗണ്ട് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിൽ നിന്നും നല്ല പ്രതികരണമാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം, കാരണം ഇവിടെ UDF ആണ് ഏത് കാലത്തും ഭരിക്കാറുള്ളത്. അവരെ കൊണ്ട് കാര്യമുള്ളൂ, ഉപകാരമുള്ളൂ എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ വോട്ടർമാർക്കും അറിയാം. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ആ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കുത്തിപ്പൊന്തി വരുന്ന ഒരു ടീമുകളാണ്. അല്ലാത്ത സമയത്ത് ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരാരും ഉണ്ടാവാറില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളാണ് നേരിട്ട് ഇറങ്ങി ചെയ്യൽ. ഞാനൊരു KMCC പ്രവർത്തകനാണ്, ഇപ്പോൾ ലീവിൽ വന്നതാണ്. ഇപ്പോഴും സജീവമായിട്ട് നമ്മളിവിടെ രംഗത്ത് എപ്പോഴും ഈ കാണുന്ന എല്ലാവരും ഏത് സമയത്തും ഇവിടെ നാട്ടുകാരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഇടപെട്ട് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യലുണ്ട്. ഈ പറഞ്ഞ ഈ പന്നിയുടെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അത് പറഞ്ഞല്ലോ, അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും ഇവിടുത്തെ പ്രാദേശികമായ ആവശ്യം ആണല്ലോ. അപ്പോൾ അവർ തീർച്ചയായും ഇവിടുത്തെ മെമ്പർമാരോടാണല്ലോ പറയുക. അപ്പോൾ അവരോട് എന്തായിരിക്കും ഒരു മറുപടി കൊടുക്കാൻ പോകുന്നത്? അവരോട് മറുപടി പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട്. മെമ്പർ എന്നുള്ള നിലയ്ക്കല്ല, ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഏതൊരു വിഷയം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന് മുൻപന്തിയിൽ UDFൻ്റെ ലീഗിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഓരോ പദ്ധതികളൊക്കെ മനസ്സിലുണ്ടോ? ഞങ്ങളുടെ പ്രശ്നങ്ങളില്ല, അങ്ങനെ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ പറഞ്ഞ പന്നി പ്രശ്നം പോലെയുള്ള നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാന്നുള്ള പദ്ധതി ഞങ്ങളുടെ ഇതിലുണ്ട്. മാക്സിമം ഞങ്ങളെല്ലാ മുൻ കൗൺസിലർമാരായ അബുവക്ക, അതുപോലെ വൈസ് ചെയർമാനായ കുഞ്ഞുട്ടി, അതിൻ്റെ മുമ്പ് മൂപ്പരെ ജമീല താത്ത മത്സര സമിതി, ഏത് സമയത്തും എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും ഞങ്ങളിവിടെ സജ്ജരായിട്ടുണ്ടാകാറുണ്ട്. ഈ യുവാക്കളായിട്ടുള്ള വോട്ടർമാരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? യുവാക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മൾക്ക്. എല്ലാ യുവാക്കളും നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്? അതുപോലെ വയോജനങ്ങൾ അങ്ങനെ അവർ കാര്യമായിട്ടൊന്നും നമ്മളടുത്ത് ആവശ്യപ്പെടാറൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ യുവാക്കളെ തന്നെ കാണാൻ കഴിയും. ഇപ്പം ഇന്നലെയൊക്കെയാണ് നിങ്ങൾ വരുന്നത് വെച്ചെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരൊക്കെ വൈകുന്നേരം ഇനിയിപ്പോൾ 4 മണി 5 മണി ആയി വന്നു കഴിഞ്ഞാൽ സ്ക്വാഡ് വർക്ക്, ബോർഡ് കെട്ടൽ, എല്ലാ വർക്കിലും വളരെ യുവാക്കൾ സജീവമാണ്. MSFൻ്റെ യുവത്വങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളെ ഇവിടെ ഈ വാർഡിൽ. അപ്പോൾ ഇത്തവണ നമ്മളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ എത്ര സീറ്റ് ലഭിക്കും UDFന്? അങ്ങനെയാണ് ഒരു കണക്ക്. 28 സീറ്റോളം മാക്സിമം ഞാൻ കാണുന്നുണ്ട് ലഭിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിലനിൽക്കുന്ന ആളാണ്, ഒരു യൂട്യൂബറാണ്. എന്തൊക്കെയാണ് ഈ യൂട്യൂബ് വഴി ഒരു പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളിവിടെ പറഞ്ഞാൽ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ UDFൻ്റെ വാർഡാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെ നേതാക്കന്മാർ ഞങ്ങളെ KKL അബു സാഹിബ് മുതൽ ജമീല അബു, നമ്മളെ മുഹമ്മദ് അലി കുഞ്ഞുട്ടി എന്ന് തുടങ്ങി വെച്ച വികസനങ്ങളുണ്ട്.
അത് ഞങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങളും അവരെ കൂടെ പിന്നിൽ നിന്നുകൊടുത്തുകൊണ്ട് എല്ലാ സംഗതികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റാനും അതിന് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങാറുണ്ട്. ഞങ്ങളിവിടെ ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിലും എല്ലാ സമയത്തും ഇവിടെ സജീവമായിട്ട് ഞങ്ങൾ എല്ലാ സംഗതികളിലും ഇവിടെ പങ്കെടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഈ ഇലക്ഷനിലും ഞങ്ങൾ പൂർണ്ണ വിജയത്തോടു കൂടി ഞങ്ങൾ തുടർഭരണം ഇവിടെ നിലനിർത്തും. ഇവിടെ വാർഡിൻ അതായത് 62 മത്സരം, അതായത് നമ്മളെ വോട്ടവക ഇത് തുടങ്ങിയ മുതൽ ഈ വാർഡ് UDFൻ്റെ കൂടെയാണ്. നമുക്കറിയാം മഹാനായ അബ്ദുള്ള ഹാജി തേനി മുസ്ലിയാരുടെ മകനാണ്. അവരായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ UDF കൗൺസിലറായിട്ട് പോയിട്ടുള്ളത്, ജനപ്രതിനിധിയായിട്ട് പോയിട്ടുള്ളത്. അതിന് ശേഷം ഇതേവരെ UDF ആണ് ഇവിടെ നിലനിർത്തിയിട്ടുള്ളതും UDFൻ്റെ കൂടെയാണ് ഇവിടെ ജനങ്ങളും ഇവിടുത്തെ മനസ്സും മണ്ണും നിന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും കൂടെ തന്നെ ഉണ്ടാവും, ഞങ്ങൾക്കല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം അവർ കാട്ടിയ വഴികളിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നേ വരെ പോയിട്ടുള്ളത്. അതിനൊരു വ്യതിയാനം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനം, വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ചിഹ്നം പടയൊരുക്കത്തിൽ കൂരിയാട് വാർഡിലെ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമാണ് ഉള്ളത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം? എങ്ങനെയാണ് ഇവിടെ LDFന് അനുകൂലമായിട്ടാണോ? പ്രതികരണമൊക്കെ നല്ല, എല്ലായിടത്തും പോയിട്ട് നല്ല പ്രതികരണം തന്നെയാണ്. എല്ലാവരും കൂടെ ഉണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടും. പിന്നെ എല്ലാവർക്കും ഒരുപാട് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനം വരണമെന്നും ഒരുപാട് മാറ്റങ്ങൾ വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെല്ലാവരും കൂടെ നിൽക്കാമെന്നും ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഇതിനോടകം തന്നെ ശ്രദ്ധ നേറിയ ഒരു കാൻഡിഡേറ്റാണ്. കോട്ടക്കൽ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കാൻഡിഡേറ്റാണ്. എങ്ങനെയുണ്ട് ഓരോ വീട്ടിലേക്കും ഇങ്ങനെ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? എല്ലാവരും പറയലുണ്ട്, കൂടെ ഉണ്ട്, പ്രായം നോക്കണ്ട, ഈ ചെറിയ കുട്ടിയാണെന്നൊന്നും പറയണതൊന്നും സീരിയസ് ആക്കണ്ട, എന്നെക്കൊണ്ട് കഴിയുന്ന വിധം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്നും എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ അങ്ങനെ പറയലുണ്ട്. എന്തൊക്കെയായിരിക്കും വിജയിച്ച് വരികയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? പ്രധാനമായും കുടിവെള്ളം. ഞാൻ ഉൾപ്പെടുന്ന ഓരോ പല വീടുകളിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കുടിവെള്ള പ്രശ്നം ഒരു മുൻതൂക്കം കൊടുത്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഈ പ്രദേശത്ത് വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടൊക്കെ വേണ്ട രീതിയിൽ ഈ വാർഡിൽ വിനിയോഗിച്ചിട്ടുണ്ടോ? എന്താണ് വോട്ടർമാർ പറയുന്നത്? ചില വീടുകളിലൊക്കെ പോകുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും വേണ്ട, അത്രയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളിലും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നീ വന്നാൽ എല്ലാവർക്കും അങ്ങനെ ആരെയും പക്ഷഭേദം കാണിക്കാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്ന് പറയലുണ്ട്. എങ്ങനെയുണ്ട് ഈ വാർഡിൽ? നമുക്കറിയാം കഴിഞ്ഞ തവണ വെറും ഒരു 5 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് LDF ഇവിടെ പരാജയപ്പെട്ടതും. ഇത് UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അതുവരെ. ഇത്തവണ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു വരാൻ പോകും? അതിൽ ഒരു മാറ്റം വരാൻ സാധ്യത വരുന്നില്ല. നമ്മൾ നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ. എല്ലാ വീടുകളും ഞങ്ങൾ കയറുമ്പോൾ പിന്നെ നല്ല ഒരു അഭിപ്രായമാണ്. യുവ താരമാണ്, യുവാക്കളാണ് കോട്ടക്കൽ നഗരസഭ ഇനി ഭരിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ആളുകളെ മനസ്സ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് 50 വർഷമായി കോട്ടക്കൽ നഗരസഭ പഞ്ചായത്ത് മാറി പിന്നെ നഗരസഭയായി. എന്നാലും അതിലൊരു മാറ്റം ഇന്നേവരെ വന്നിട്ടില്ല. വലിയ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ നഗരസഭ. കേരളത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു നഗരസഭയായി കോട്ടക്കലെ മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ജനങ്ങളെ ആകെ ഒരു വിഡ്ഢികളാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാൻ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആ ആളുകളെ, ആ വോട്ടർമാരെ വിഡ്ഢികളാക്കി ജയിച്ചു പോയി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരുന്നു. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ വാർഡ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള വിഷയമാണ്.
ആ കുടിവെള്ള വിഷയം ഏതാണ്ട് 10-30 വർഷക്കാലമായി അതിന് ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നല്ല, അതിന് യാതൊരു സംവിധാനം ഇന്നേ വരെ വന്നിട്ടില്ല. തൊട്ടടുത്തുള്ള പൊന്മള പഞ്ചായത്തിലടക്കം എല്ലാ വീടുകളിലും കുടിവെള്ളം ഉണ്ട്. എന്നാൽ കോട്ടക്കൽ നഗരസഭയ്ക്കകത്ത് ഈ വാർഡിലായാലും മറ്റ് എവിടെ നോക്കിയാലും ഒരു വാർഡിനകത്തും കുടിവെള്ളത്തിൻ്റെ പ്രയാസം പറയാത്ത ഒരാളുകളുമില്ല. നമ്മളെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണോ എന്താണെന്നറിയില്ല. കോട്ടക്കൽ കാവതിയാളം കോട്ടക്കൽ ഭാഗത്തിൽ ആ പാടത്ത് ഒരു മുനിസിപ്പാലിറ്റി ഒരു കിണറാണോ കുളമാണോ എന്നറിയില്ല, 1 കോടി റുപ്യ ചിലവിൽ കുഴിച്ചിട്ടതാണ്. അതിൽ അത് കുളമാണെങ്കിൽ കുളമാണ് എന്ന് പറയണം, അല്ലെങ്കിൽ കിണറാണെങ്കിൽ അത് അതിലത്തെ വെള്ളം ഉപയോഗിച്ച് നാട്ടുകാർക്ക് കൊടുക്കണം. അത് രണ്ടുമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു അറിവില്ലാത്ത രീതിയിൽ ജനങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഇത് ഇന്നതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കോട്ടക്കൽ നഗരസഭ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ, ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അഴിമതികളും കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴും താഴെ ഭാഗങ്ങൾ മാത്രമാണ് ലേലത്തിൽ പോയിട്ടുള്ളൂ, മേലെ ഭാഗങ്ങളിലൊന്നും ഈ ലേലത്തിൽ പോയിട്ടില്ല എന്നെ വരെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ചെങ്കുവെട്ടി ഭാഗത്തുള്ള വിഷയം. ചെങ്കുവെട്ടി 2 ബസ് സ്റ്റോപ്പുകളുണ്ട്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതും. ആയിരക്കണക്കിന് ആളുകൾ ദിവസം തോറും അവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുക, ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും ഒരു സൗകര്യം ഉണ്ടാക്കാത്ത ഒരു നഗരസഭയായി കോട്ടക്കൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഇത്തവണ ഈ കോട്ടക്കൽ നഗരസഭയിൽ ഉണ്ടാകും. അത് ഇപ്പോൾ LDFൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇന്ത്യൻ ഒരു ഭാഗത്തു നിന്ന് ഒരു ഉദ്യാനപാത ഇവിടെ നിന്നും കുരിയാട് നിന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ LDF ഇടപെട്ട് വിവരാവകാശ അതുവഴി ഒരു ഇടപെടൽ നടത്തിയത് തടഞ്ഞു വെച്ചു, അങ്ങനെ ഒരു ആരോപണം UDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അത് LDF തടഞ്ഞിട്ടില്ല, അത് പാടശേഖര കമ്മിറ്റി അത് റെക്കോർഡിക്കലില്ല എന്നുള്ളതാണ് വസ്തുത. അത് പഞ്ചായത്തിൽ അത് അംഗീകരിച്ചിട്ടുള്ള റോഡല്ല, അത് തോട്ടിൽ നിന്ന് മണ്ണ് വാരി കരക്കിട്ടു അത് റോഡാക്കി പോയി എന്നുള്ള ഒരു അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അതിൽ LDF ഇടപെട്ടിട്ടില്ല ആ കാര്യത്തിൽ. അത് മറ്റുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് LDFനെതിരെ. പിന്നെ ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം മാറ്റി നിർത്തിയാൽ ഉള്ളൊരു പ്രശ്നമാണ് ഈ പന്നികളുടെ പ്രശ്നമൊക്കെ. അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം LDF വിജയിച്ചു വരികയാണെങ്കിൽ കണ്ടേക്കുമോ? LDF വിജയിച്ചു വരികയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ എല്ലാ പഞ്ചായത്തുകൾക്കും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പന്നി ശല്യമായാലും തെരുവുനായകളെ ശല്യമായാലും, ഇപ്പോൾ തെരുവുനായകളുടെ പ്രശ്നമാണ് നാട്ടിലാകുള്ളത്. അപ്പോൾ ആ തെരുവുനായ പ്രശ്നത്തിൽ ഇന്നേ വരെ മുനിസിപ്പാലിറ്റി അതിൻ്റെ നടപടി മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു പ്രവർത്തകൻ്റെ കുട്ടിയെ കടിച്ചിട്ട് ആ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ ആ പ്രവർത്തകൻ സമരം ചെയ്യുകയാണ്. എന്നിട്ട് പോലും അതിനൊരു പരിഹാരം കാണാൻ മുസ്ലിം ലീഗിനോ ആ ഭരണസമിതിക്കോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വന്നാൽ അത് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും LDF വന്നാൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും ഇവിടെ ഒരു വൈസ് ചെയർമാൻ്റെ വാർഡ് കൂടിയാണ്, അതിനുള്ള ഒരുപാട് വികസനങ്ങൾ എത്തിയെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അത് വൈസ് ചെയർമാൻ്റെ വാർഡാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വളരെ പുറകിലാണ്. ഒന്നും ചെന്നിട്ടില്ല, കാണില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്, കൂരിയാട് ഹെൽത്ത് സെൻറ്റർ. ആ ഹെൽത്ത് സെൻറ്റർ പുതുക്കി പണിതുകൊണ്ട് അത് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നല്ല ആദ്യം പറഞ്ഞത്. ഇപ്പോൾ നോക്കുമ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ വെറുതെ ഇങ്ങനെ വീശിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, കറണ്ടാണ്ട് എത്തില്ല, കറണ്ട് കണക്ഷനില്ല, വെള്ളമില്ല, അടിസ്ഥാന സൗകര്യമില്ലാതെ ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം കഴിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ആ ഹെൽത്ത് സെൻറ്ററുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് അവരുടെ വികസനം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5 വോട്ടിന് ആണ് LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത്തവണ എങ്ങനെയുണ്ട്? ഇത്തവണ അത് ഞങ്ങൾ മറികടക്കും. ആ 5 വോട്ട് എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റൽ വോട്ടായിരുന്നു. ആ പോസ്റ്റൽ വോട്ട് ജനങ്ങൾ വിധി എഴുതിയ ശരിക്കും വോട്ടിങ്ങിലൂടെ ബാലറ്റിലൂടെ വന്നത് അതിലൊരു വോട്ടിന് ഞങ്ങൾ ജയിച്ചിരുന്നു. ബാലറ്റ് പോസ്റ്റിങ്ങിൽ ഈ പോസ്റ്റ് വോട്ടിൽ മാത്രമാണ് അവർ മുന്നേറാൻ അവർക്ക് കഴിഞ്ഞ 3 വോട്ടിന് ജയിച്ച സ്ഥിതി ഉണ്ടായത്. അത് ഇന്ന് ഈ പ്രാവശ്യം മറികടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള നല്ല പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് LDF ഇവിടെ വിജയിച്ചു വരികയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ? ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളെ സ്ഥാനാർത്ഥി ചുറുചുറുക്കുള്ള യുവത്വം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ LC നേതാവ് രാജുട്ടി സംസാരിച്ചു. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കൊച്ചു വാർഡിൽ, കൂടുതലായിട്ടൊന്നും പറയാനില്ല.
ഇവിടെ ഏറ്റവും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഒന്നാമത് കുടിവെള്ളം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാലും ജനങ്ങളുടെ ഇടയിൽ പോയാൽ ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം LDF ഇവിടെ ഈ വാർഡിൽ വന്നാൽ തന്നെ ഞങ്ങൾ ചെയ്യും. അത് എങ്ങനെ ഏതാണെന്നുള്ളതൊന്നും പിന്നെ നോക്കണ്ട. ഞങ്ങളത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇവിടെ കുടിവെള്ളം ഇല്ലാത്ത ആളുകൾക്ക് ഒരു വീട്ടുകാർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനവും ഞങ്ങൾ ചെയ്യും. പിന്നെ ഇവിടെ ഒരു കാര്യം, ഒരു റോഡിൻ്റെ വിഷയമുണ്ട്. ഇവിടെ ഒരു മെയിൻ റോഡ്, ഈ മുന്നിൽ തന്നെയുള്ള റോഡ് ക്രോസിങ്ങിലുള്ള പ്രശ്നമുണ്ട്. അതിൽ കൂടി ചുറ്റിക്കറങ്ങി വരണം. ഒരു രോഗിയൊക്കെ വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ചെയ്തപ്പോൾ അവർ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി വഴിയാണ് ആ റോഡ് ധാറിട്ടത്. ഇപ്പോൾ അത് പകുതിയിൽ വെച്ചിട്ട് അവർ റീധാറിങ് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ്ട് ധാറിട്ടിട്ടില്ല. അപ്പോൾ അതിപ്പോൾ പൊന്മള പഞ്ചായത്തിലാണ് അതന്ന് പിന്നെ വേറെയുള്ള പഞ്ചായത്ത് ചെയ്തതാണെന്ന് പറഞ്ഞിക്കാണ്ട് ബുദ്ധിമുട്ടായി. ആ റോഡ് വളരെ മോശമാണ്. അവിടെ നിന്ന് കൊണ്ട് വരുന്ന റോഡ് മോശമാണ്. അവിടുന്ന് പകുതിക്കൊന്നും നിങ്ങളുടെ ധാർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ റോഡ് ഈ റോഡുമായി ബന്ധിപ്പിച്ചാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരമാണ്. അതെന്താ വെച്ചാൽ രോഗിയോ ഒരു വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വരാനും പോകാൻ അത് അങ്ങനെ ചുറ്റിക്കറങ്ങി 2 കിലോമീറ്റർ വേണം അങ്ങോട്ട് പോകാൻ, അങ്ങാടിക്ക് എത്താൻ. അപ്പോൾ ആ റോഡിന് പിന്നെ ശാശ്വത പരിഹാരം ഞങ്ങൾ എന്ത് നിൽക്കും ഞങ്ങൾ റോഡ് വാങ്ങിക്കൊടുക്കാനുള്ളൊരു പിന്നെ പരിപാടി ഞങ്ങളെ അജണ്ടയിലുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഡിസ്പെൻസറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടനം മാത്രം കഴിഞ്ഞു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല, കറണ്ടില്ല, അത് താൽക്കാലികമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്ക് അല്ലാഞ്ഞാൽ എല്ലാ വീട്ടുകളും ചെല്ലുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ണുമുമ്പിൽ കണ്ടതാണ് ഓരോരുത്തർ പറയുന്നത്. അവിടെ പഞ്ചായത്തിനുണ്ടോയെന്ന് ഞങ്ങളറിയില്ല. അവിടെ കോഴി വരുന്നുണ്ട്, ഇവിടെ ആട് വരുന്നുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്, മറ്റേണ്ട് സഹായങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ വീട്ടുകൾക്കൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനൊക്കെ ശാശ്വത പരിഹാരം ഞങ്ങളെ പിന്നെ മെമ്പർ വന്നാൽ ഞങ്ങൾ തീർച്ചയായും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യും. പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് വീടുകൾ കയറുമ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥി എല്ലാ ഉമ്മമാരായിട്ടും വളരെ അടുത്ത പരിചയം, ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു. അപ്പോൾ അവർക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞു. കുടിവെള്ളം, ഈ നായ, പന്നി ശല്യം വലിയ ഭീഷണിയായിട്ടുള്ളത് കൃഷിക്കാർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. രാവിലെ മദ്രസ പോണ കുട്ടികൾ, അതേപോലെ തന്നെ സ്കൂളിൽ പോണ കുട്ടികൾ, ഈ നായ ശല്യം പേടി തന്നെയാണ്. നായ കടിച്ച അനുഭവം നമ്മുടെ കോട്ടക്കൽ പരിസരത്ത് തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ജനങ്ങൾ അറിഞ്ഞതുമാണ് നായ ശല്യമുള്ളത്. അപ്പോൾ അതൊരു വലിയ ഭീഷണി തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടും കുടിവെള്ളം, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഗതാഗതത്തിൻ്റെ ഒരു ഹെൽത്ത് സെൻറ്ററിൽ ആദ്യം നേരത്തെ 1 മണി വരെയായിരുന്നു ഡോക്ടർ, ഇപ്പോൾ അത് 5 മണി വരെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അതും കൂടെ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പിന്നെ ഒരു ആസ്പത്രി എന്നുള്ള നിലയ്ക്ക് വേണ്ട പോലെയുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നേ വരെ അതിലെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇന്നും വാടക കെട്ടിടത്തിൽ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിലും വാർഡിലെ ജനങ്ങൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. പിന്നെ നാട്ടിൽ മറ്റുള്ള മുനിസിപ്പാലിറ്റി എല്ലാ വാർഡുകൾക്കും കൊടുക്കുന്ന പോലുള്ള ആനുകൂല്യങ്ങൾ അത് ഈ വാർഡിൽ വളരെ അപൂർവമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് ഇടുന്ന ബോക്സ് കാരണം പ്രത്യേകിച്ചും ഇവിടുന്ന് വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഭരിക്കുന്നത് UDF ആണ്, എന്നിട്ടും അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? കാരണം അതിലൊരു വിഭാഗീയത ഉണ്ട്. അതല്ലെങ്കിൽ വാർഡിലുള്ള ജനങ്ങളെല്ലാവരും മൊത്തത്തിൽ ഒരുപോലെ കാണല്ലേ. ഒരു മെമ്പറായിരിക്കുമ്പോൾ അങ്ങനെയുള്ളൂ. അപേക്ഷകരെ അറിയാതെ ഈ വാർഡിൽ തന്നെ ചിലർക്ക് വേണ്ട വിധത്തിൽ എത്തിയിട്ടുണ്ട്, ചിലരെ പരിഗണിച്ചിട്ടില്ല, അങ്ങനെയാണോ പറയുന്നത്? അതന്നെ പറയുന്നത്. അതായത് പിന്നെ വീട് റിപ്പയർ, പുനരുദ്ധാരണം, അതിന് കൊടുത്തിട്ടുള്ളതും കിട്ടിയിട്ടുള്ളതും ചില വിഭാഗീയത അതിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴി വളർത്തൽ, കാലിത്തീറ്റ, അതുപോലെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന മറ്റുള്ള ആനുകൂല്യങ്ങൾ, ഇതിലൊക്കെ ഒരു മാറ്റങ്ങൾ ഞങ്ങളെ കാഴ്ചയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ആളുകളെ ഞങ്ങളോട് അതിൻ്റെ പരാതികൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യസ്ത മാറ്റങ്ങൾ വേണം. നാട്ടിൽ അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ അവന് അവകാശപ്പെട്ടത് കിട്ടണം. അതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിനുവേണ്ടിയുള്ള വോട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു 60-50 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങളിലുണ്ട്. പിന്നെ കൂടുതലായിട്ട് എന്തൊക്കെയാ അംഗനവാടികളൊക്കെ എങ്ങനെയുണ്ട് ഈ കുരിയാടിൽ? ഒരു അംഗനവാടി ഇവിടെ അടുത്തുണ്ട്. പൊളിച്ചിട്ടിട്ട് എത്ര 3 ലക്ഷമായിട്ട് അവിടെ ബാനർ എഴുതി വെച്ചിക്കണമെന്നല്ല വേറെ ഇതായിട്ട് ഒരു സംഭവങ്ങളൊന്നും അതിൻ്റെ ആയിട്ടൊന്നും നടന്നതായിട്ട് ഇതിന് കാണാനില്ല. ഇലക്ഷൻ വരുമ്പോൾ ഇതേപോലത്തെ ഓരോരോ നാടകങ്ങളായിട്ട് വരും അവർ. ഇപ്പോൾ അവിടെ കുറച്ചപ്പുറത്ത് ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി 4 പില്ലറുണ്ട്, ഒരു ടാങ്ക് എത്രയോ കാലമായിട്ടുള്ള ടാങ്ക് ഉണ്ട്. ഒന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പദ്ധതികൾ ഇങ്ങനെ വരും, ഒന്നും മുഴുവിപ്പിക്കാതെ ഇങ്ങനെ നടക്കും. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളെ ഈ വാർഡിനെ സംബന്ധിച്ച് കാണുന്നത് ഇതുവരെയില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ശ്രമിക്കുന്നത്. അതൊരു വിജയത്തിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും തന്നെ വിജയം കാണും പ്രാവശ്യം, എന്തായാലും ഉറപ്പാണ്. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.
പക്ഷമറിയാൻ, ജനപക്ഷമറിയാൻ നവാവിഷൻ ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ 5 വാർഡുകളിൽ പര്യടനം നടത്തി. നാളെയും കോട്ടക്കൽ നഗരസഭയിൽ യാത്ര തുടരും. അതുവരെ ബൈ.